അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് ഇബ്രാഹിം മക്കിയ, ഹിജറയ്ക്ക് മുമ്പ് അവതീർണമായതാണ്. ഇല്ലാ അലിഫ് ലാം മീം അല്ല ഇല്ലാ അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി എന്നും അതിന് ശേഷമുള്ള ആയത്തൈന് രണ്ട് ആയത്തുകൾ. ആ രണ്ടായത്തുകളിലൊഴികെ ബാക്കിയൊക്കെ ഹിജറയ്ക്ക് മുമ്പ് അവതീർണമായതാണ്. അതിൻ്റെ ആയത്തുകൾ ഇഹിദ ഔ സിൻതാനി ഔ അർബഉൻ ഔ ഹംസുൻ വ ഹംസൂൻ ആയ 51, 2, 4, 55 ആയത്തുകളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം റാ. അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക. അള്ളാഹു അതുകൊണ്ട് എന്തുദ്ദേശിച്ചു എന്ന് കൂടുതൽ അറിയുന്നവൻ അവനാണ്. ഹാദൽ ഖുർആനു, ഈ വിശുദ്ധ ഖുർആൻ, കിതാബുൻ ഒരു ഗ്രന്ഥമാണ്. അൻസൽനാഹു ഇലൈക യാ മുഹമ്മദ്, ഓ മുഹമ്മദേ താങ്കളിലേക്ക് നാം ഇതിനെ ഇറക്കി. ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാത്, അന്ധകാരങ്ങളിൽ നിന്നും ജനങ്ങളെ താങ്കൾ പുറപ്പെടുവിക്കാൻ വേണ്ടി. അന്ധകാരങ്ങൾ എന്നുകൊണ്ടുള്ള ഉദ്ദേശം അൽ കുഫ്രി, സത്യനിഷേധത്തിൽ നിന്നും, ഏതിലേക്ക്? ഇലന്നൂർ, വെളിച്ചത്തിലേക്ക്. അൽ ഈമാൻ അഥവാ സത്യവിശ്വാസത്തിലേക്ക്. അപ്പം അന്ധകാരങ്ങളാകുന്ന സത്യനിഷേധത്തിൽ നിന്നും വെളിച്ചമാകുന്ന സത്യദീനിലേക്ക് ആളുകളെ പുറപ്പെടുവിക്കാൻ ആണ് താങ്കളിലേക്ക് വിശുദ്ധ ഖുർആനെ നാം ഇറക്കിയത്. ബി ഇദ്നി എന്ന് വെച്ചാൽ ബി അംരി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ കൽപ്പനാഫലമായി, കൽപ്പന പ്രകാരം. വ യുബ്ദലു മിൻ ഇലന്നൂർ, ആ ഇലന്നൂർ എന്ന പദത്തിൽ നിന്നും ബദലായിട്ടാണ് ആക്കപ്പെടുക. ഏതിനെ? ഇലാ സിറാത്തിൻ എന്നതിന്. ഇലന്നൂർ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്. അഥവാ ഇലാ സിറാത്ത് തരീഖിൽ അസീസ്, അസീസായ, അസീസ് എന്ന് വെച്ചാൽ അൽ ഗാലിബി, അതിജയിക്കുന്ന, എല്ലാവരെയും തോൽപ്പിച്ചു കളയുന്ന പടച്ച തമ്പുരാനിൻ്റെ മാർഗത്തിലേക്ക്. അൽ ഹമീദ്, സ്തുത്യർഹനായ. അൽ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവനായ. അല്ലാഹി ബിൽ ജരി, ബദലായിട്ട്. നമ്മുടെ ഖിറാഅത്ത് അല്ലാഹി എന്നാണ്. അല്ലെങ്കിൽ ഔ ആത്തുഫ് എന്ന നിലയ്ക്ക്, അല്ല അത്തുഫ് ബയാനിൻ, അത്തുഫ് ബയാൻ എന്ന നിലയ്ക്ക്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഖിറാഅത്ത് തന്നെ ഒരു മറ്റൊരു ഖിറാഅത്ത് റഫുള്ളതുണ്ട്. അപ്പം ഈ അല്ലാഹി എന്ന് ജറുള്ള ഖിറാഅത്ത് ആണെങ്കിൽ തന്നെ ഒന്നുകിൽ ബദല് എന്ന തർക്കീബ് വെക്കാം, ഇലാ സിറാത്തിൽ അസീസ് എന്തെന്നാൽ അല്ലാഹി, അല്ലെങ്കിൽ അതായത് അല്ലാഹു എന്ന്. ഏത്? അസീസ് എന്നതിൽ നിന്നുള്ള അത്ഫു, അസീസ് എന്നതിൽ നിന്നുള്ള ബദലോ അല്ലെങ്കിൽ അതിന്മേലുള്ള അത്ഫു ബയാനോ ആണ്. ഇനി റഫ് കൊണ്ട് ഖിറാഅത്തുണ്ട്. അങ്ങനെയാകുമ്പോൾ അത് മുബത്തദ ആയിരിക്കും. ഖബറു, അതിൻ്റെ ഖബർ അല്ലാഹു ആകുന്നത് എന്ന് വന്നിട്ട് അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വമാ ഫിൽ അർദ്, വാനഭൂവനങ്ങളിലുള്ളത് സർവ്വതും അവനുള്ളതാണ്, അങ്ങനെയുള്ളവനാണ് അല്ലാഹു. മിൽക്കം വ ഖൽക്കം വ അബീദ, അതിൻ്റെ ഉടമസ്ഥത, അവിടുത്തെ സൃഷ്ടിപ്പ്, അവിടുത്തെ അടിമകൾ, ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഈ തരത്തിലൊക്കെയും എല്ലാം അള്ളാഹുവിനുള്ളതാണ്. വ വൈലുല്ലിൽ കാഫിരീന മിൻ അദാബിൻ ഷദീദ്, കാഫിരീങ്ങൾക്ക് നാശം. മിൻ അദാബിൻ ഷദീദ്, ശക്തമായ ശിക്ഷയാൽ. അല്ലദീന, എങ്ങനത്തെ കാഫിരീങ്ങളാണ്? അത് നഅത്താണ്, വിശേഷണമാണ് ആ കാഫിരീൻ എന്നതിൻ്റെ. യസ്തഹിബൂന, അവരിഷ്ടപ്പെടുന്നു, അഥവാ യഖ്താറൂന, അവർ തിരഞ്ഞെടുക്കുന്നു, അൽ ഹയാത്തു ദുനിയ, ദുന്യവിയായ ജീവിതത്തെ, അലൽ ആഖിറത്തി, പാരത്രിക ജീവിതത്തെക്കാൾ. വയസുദ്ദൂന നാസ, ജനങ്ങളെ അവർ തടഞ്ഞു വെക്കുന്നു, അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും, അഥവാ ദീനിൽ ഇസ്ലാമിൽ നിന്നും. വയബഗൂനഹ ഐ സബീൽ, ആ വഴിക്ക് അവർ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? തേടുന്നു, അവർ അന്വേഷിക്കുന്നു, താല്പര്യപ്പെടുന്നു ആ വഴിക്ക്. എന്തിനെ? ആ വഴിക്ക് എന്തിനെ? ഇവജിനെ, വളവിനെ, വക്രതയെ, അഥവാ മുഅവ്വജ, അത് വളക്കപ്പെട്ടതാവാൻ, വക്രീകരിക്കാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നു, അവർ മെനക്കെടുന്നു. അങ്ങനെയുള്ള കാഫിരീങ്ങൾക്ക് ശക്തമായ ശിക്ഷയുണ്ട്, അവർക്ക് ആ ശക്തമായ ശിക്ഷയാലുള്ള നാശമുണ്ട്. ഉലൈക, അക്കൂട്ടർ, ഫി ളലാലിൻ ബഈദ്, വിദൂരമായ, അല്ലെ, അനിൽ ഹക്ക്, സത്യത്തിനെയും വിട്ട് വിദൂരമായ വഴിപിഴവിലാണ് അവർ ഉള്ളത്. വമാ അർസൽന, നാം അയച്ചിട്ടില്ല,
റസൂലിന് ഒരു ദൂതനെയും ഇല്ലാ ബിലിസാൻ എന്ന് വെച്ചാൽ ബിലുഗത്തി അല്ലെ, ലിസാനുൽ ഖുർആൻ എന്നൊക്കെ പറയില്ലേ, ഖുർആനിൻ്റെ ഭാഷ. ബിലുഗത്തി ഖൗമിഹി, ആ സമൂഹത്തിൻ്റെ, ആ ദൂതനെ അയക്കുന്നത് ഏത് സമൂഹത്തിലേക്കാണ്, ആ സമൂഹത്തിൻ്റെ ഭാഷയിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന ഏത് ഭാഷയാണോ ആ ഭാഷ സംസാരിക്കുന്ന ദൂതനെ അല്ലാതെ നാം അവരിലേക്ക് അയച്ചിട്ടില്ല. അറബികളിലേക്ക് അയക്കപ്പെട്ടവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഭാഷ അറബിയാണ്. അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളിലേക്ക് അയക്കപ്പെട്ടവരാണ് മൂസ നബി അലൈഹി ഇസ്ലാമെങ്കിൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാഷ ഹീബ്രു ഭാഷയാണ്, അബറാനി ഭാഷയാണ്. അങ്ങനെ ലിയുബയ്യിൻ, അതെന്തിനാ അങ്ങനെ ഓരോ ഭാഷയിൽ പ്രത്യേകം നോക്കുന്നത്? ആ ദൂതൻ അതേ ഭാഷ സംസാരിക്കുന്ന ആളാണോ എന്ന് നോക്കുന്നതിനാണ്. ലിയുബയ്യിന ലഹും, അവർക്ക് താൻ ആരിലേക്കാണോ നിയോഗിക്കപ്പെടുന്നത് ആ ആളുകൾക്ക് ഈ ദൂതൻ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. ലിയുഫ്ഹിമുഹും, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി. മാ അതാബിഹി, താൻ എന്തിനെയാണോ കൊണ്ടുവന്നത് അതിനെ. അപ്പം ഭാഷ കൃത്യമാവണമല്ലോ. ഫയുളില്ലുല്ലാഹു മയ്യശാ, അങ്ങനെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കും. വയഹ്ദി മയ്യശാ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കും. വഹുവൽ അസീസു ഫി മുൽക്കിഹി, അവൻ്റെ രാജാധികാരത്തിൽ അവൻ അധിപതിയാണ്, അതിശയശാലിയാണ്, അല്ലെങ്കിൽ അതിജയിക്കുന്ന പ്രതാപിയാണ്. അൽ ഹക്കീമു ഫി സുനിഹി, തൻ്റെ നിർമ്മാണത്തിൽ തൻ്റെ പ്രവർത്തനത്തിൽ യുക്തിഭദ്രനുമാണ്. വലഖദ് അർസൽന മൂസ ബി ആയാതിന തിസ്ഇ, മൂസ നബി അലൈഹി സ്വലാമിനെ 9 ദൃഷ്ടാന്തങ്ങളുമായിട്ട് നാം പറഞ്ഞയച്ചു. 9 ദൃഷ്ടാന്തങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 8 എണ്ണം സൂറത്തുൽ അറാഫിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ കഴിഞ്ഞ സൂറത്തു റായദിലും അതിന് മുമ്പായിട്ടുള്ള സൂറത്തിൽ പറഞ്ഞു. ആകെ 9 അൻ അഖ്രിജ്, അപ്പം നാം അയച്ചു ആ ദൃഷ്ടാന്തങ്ങളുമായിട്ട്. വ കുൽനാലഹു, എന്നിട്ട് നാം അദ്ദേഹത്തോട് മൂസ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, അൻ അഖ്രിജ് ഖൗമക, താങ്കളുടെ സമൂഹത്തെ പുറപ്പെടുവിക്കണം. ബനി ഇസ്രായേൽ, അഥവാ ബനി ഇസ്രായേലിനെ പുറപ്പെടുവിക്കണം. മിന ളുലുമാത്ത്, ഇരുട്ടുകളിൽ നിന്നും, അഥവാ അൽ കുഫർ, സത്യനിഷേധത്തിൽ നിന്നും, ഇല നൂർ, അഥവാ അൽ ഈമാൻ, ഈമാനിലേക്ക് അവരെ പുറത്തെത്തിക്കണം. ഇരുട്ടിൻ്റെ കൂരിരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് അവരെ എത്തിക്കണം. വദക്കിർഹും, അവരെ താങ്കൾ ഓർമ്മിപ്പിക്കണം. ബി അയ്യാമില്ല, അള്ളാഹുവിൻ്റെ യൗമുകൾ, അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ, അഥവാ ബിനിഅമ, അള്ളാഹുവിൻ്റെ ദിവസങ്ങൾ എന്ന് വെച്ചാൽ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാത്ത ഏത് ദിനങ്ങളാണുള്ളത്? ഒരു ദിനവും ഇല്ലല്ലോ. അപ്പോൾ അഥവാ ഓരോ ദിവസങ്ങളും ഓരോ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഇന്ന ഫീ ദാലിക തദ്കീർ, അങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതിൽ ഉണ്ട് ലആയാത്തിൽ കുല്ലി സബ്ബാർ, ഏതൊരു ക്ഷമവാനും ദൃഷ്ടാന്തങ്ങളുണ്ട്. അലത്വാഅത്തി, അള്ളാഹുവിനെ വഴിപ്പെട്ട് ക്ഷമിച്ചു കൊള്ളുന്ന ഏതൊരാൾക്കും ദൃഷ്ടാന്തങ്ങളുണ്ട്. ഷക്കൂർ, ക്ഷമിക്കുകയും ചെയ്യുക. ഷക്കൂർ, നന്ദിയുള്ള ആളുമായ ആളുകൾക്കൊക്കെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിനിയം, ആ അനുഗ്രഹങ്ങൾക്ക് വല്ല നന്ദി ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലല്ലേ കാര്യമുള്ളൂ. ഫകുലു മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ വഷ്കുറു നിഅമത്തല്ലാഹ്, അല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വദ്കുറു, നിങ്ങൾ ഓർക്കണം. ഇത് ഖാല മൂസ ലിഖൗമിഹി, മൂസ നബി അലൈഹി സ്വലാം തൻ്റെ സമൂഹത്തോട് പറഞ്ഞ വേള. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മീതെയുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവിൻ. ഇത് അൻജാക്കും, എപ്പോൾ നിങ്ങൾ അവൻ രക്ഷപ്പെടുത്തിയ വേളയിൽ, മിൻ ആലി ഫിർഔൻ, ഫിർഔനിൽ നിന്നും, അല്ലെങ്കിൽ ഫിർഔനിൻ്റെ ആളുകളിൽ നിന്നും. യസൂമൂനക്കും, അവർ നിങ്ങൾക്ക് ബാധിപ്പിക്കുന്ന നിലയ്ക്ക്, സൂ അൽ അദാബ്, ചീത്ത ശിക്ഷ. വയുദബ്ബിഹൂന അബ്നാഅക്കും അൽ മൗലൂദീന, നിങ്ങൾക്ക് ജനിച്ച നിങ്ങളുടെ ആൺമക്കളെ അവർ അറുക്കുന്നു, അല്ലെ കൊന്നൊടുക്കുന്നു. വയസ്തഹ്യൂന, അഥവാ യസ്തബക്കൂന, അവർ ജീവൻ നൽകുന്നു എന്ന് വെച്ചാൽ യസ്തബക്കൂന നിസാഅക്കും, നിങ്ങളിലുള്ള പെണ്ണുങ്ങളെ, സ്ത്രീകളെ, പെൺകുട്ടികളെ അവർ ജീവനോടെ ബാക്കിയാക്കുന്നു, ആൺതലമുറയൊക്കെ നശിപ്പിച്ചു കളയുന്നു. ആ ഒരു സന്ദർഭത്തിൽ ആ മോശമായ ശിക്ഷ നിങ്ങളെ അനുഭവിപ്പിക്കുന്ന ആ ഒരു വിഭാഗത്തിൽ നിന്നും നിങ്ങളെ പടച്ചവൻ രക്ഷപ്പെടുത്തിയ സന്ദർഭത്തിലുള്ള പടച്ചവൻ്റെ നിങ്ങളുടെ മേലുള്ളതായ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കൂ എന്ന് മൂസ നബി അലൈഹി സ്വലാം ആ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമത്രേ. ലിഖൗലി ബഅദിൽ കഹനത്തി, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഫിർഔനിൻ്റെ കിങ്കരന്മാർ ഇപ്രകാരം ചെയ്തത്? അത് ലിഖൗലി ബഅദിൽ കഹനത്തി, ഫിർഔനിൻ്റെ കൊട്ടാരത്തിലെ ജ്യോത്സ്യന്മാരിലാരോ പറഞ്ഞതിൻ്റെ പേരിൽ. എന്താണ് പറഞ്ഞത്? കറക്റ്റുമാണ്. ഇന്ന മൗലൂദൻ, നിശ്ചയം ഒരു ജനിക്കുന്ന കുട്ടി, യൂലദു ജനിച്ചു വീഴുന്ന കുട്ടി, എവിടെ? ഫി ബനി ഇസ്രായേലിൽ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി,
യകൂനു സബബ ദഹാബി മിൽക്കി ഫിർഔനിൻ്റെ രാജാധികാരം, മിൽക്കല്ല മുൽക്ക്, രാജാധികാരം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ നിമിത്തമായി തീരുമെന്ന് അദ്ദേഹം ഒരു ജ്യോത്സ്യൻ ഒന്നോ അതിലേറെ ജ്യോത്സ്യന്മാർ എന്ത് ചെയ്തിരുന്നു, പ്രവചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. വഫീദാലിക്കും അതിലുണ്ട്, അതെന്ന് വെച്ചാൽ രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ അൽ ഇൻജ, അള്ളാഹു ആ പ്രയാസത്തിൽ നിന്നും ബനി ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു ശിക്ഷ, ഫിർഔനിൽ നിന്നും അവർക്ക് അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു ശിക്ഷ അതിലുണ്ട്. രണ്ട് സാധ്യതയുണ്ട്. ദാലിക്കും എന്നതിനെ ഉഷാർ ഇലഹിക്ക്. ബലാ ഉൻ, അതിലെന്തുണ്ട്, ബലാ ഉണ്ട്, ബലാഇനും രണ്ടർത്ഥമുണ്ട്. അതിലൊരു അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വിബിത്തില, അല്ലെങ്കിൽ എന്തുണ്ട്, അതിലൊരു പരീക്ഷണമുണ്ട്. ശിക്ഷയാണെങ്കിൽ അതിൽ പരീക്ഷണമുണ്ട്. അല്ലെങ്കിൽ ദാലിക്കും എന്നതിൻ്റെ അർത്ഥം രക്ഷപ്പെടുത്തൽ, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയല്ലോ, ആ രക്ഷപ്പെടുത്തിയതിൽ അവർക്ക് എന്തുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചെയ്യലുണ്ട്. മിർ റബ്ബിക്കും, തങ്ങളുടെ റബ്ബിൽ നിന്ന്, ഒന്നുകിൽ പരീക്ഷണം അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യൽ. അളീമുൻ, വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ വലിയൊരു പരീക്ഷണം അതിലുണ്ട്. വഇദ് തഅദ്ദന റബ്ബുക്കും, വഇദ് തഅദ്ദന എന്ന് വെച്ചാൽ അലമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ഉദ്ഘോഷിച്ച വേളയിൽ, നിങ്ങളോട് അറിയിച്ച വേളയിൽ, ലഇൻ ശകർത്തും, നിങ്ങളെങ്ങാനും നന്ദിയുള്ളവരാകുകയാണെങ്കിൽ, നിയമത്തി എൻ്റെ അനുഗ്രഹത്തിന്, ബി തൗഹീദി എന്നെ മാത്രം ഏകദൈവമായി വിശ്വസിക്കൽ കൊണ്ട്, വത്താഅത്തി എനിക്ക് വഴിപ്പെടൽ കൊണ്ടും നിങ്ങളങ്ങനെ നന്ദിയുള്ളവരാണെങ്കിൽ, ലഅസീദന്നക്കും നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിക്കും അഥവാ അനുഗ്രഹങ്ങളെ. വലയിൻ കഫർത്തും നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ, ജഹത്തും നിങ്ങൾ നിഷേധിച്ചാൽ, നിയമത്ത ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിഷേധിച്ചു, ബിൽ കുഫ്രി സത്യനിഷേധം കൊണ്ടും, വൽ മാസിയത്തി തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടും ഒക്കെ അങ്ങനെ നിഷേധിച്ചാൽ, ലഅദിബന്നക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ദല്ല അലൈഹി, അങ്ങനെ അള്ളാഹു അതിന് ജവാബായിട്ട് ലഅദിബന്നക്കും തീർച്ചയായും ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും, ദല്ല അലൈഹി ആ കളയപ്പെട്ട ജവാബിനെ അറിയിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ തന്നെ കൗല്. ഏതാണ്, ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ കഠിനമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്ത് മനസ്സിലായി, നന്ദികേട് കാണിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ശക്തമായി ശിക്ഷിക്കുന്നതിൽ മനസ്സിലായി. വഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ലിഖൗമിഹി എൻ്റെ കൗമിനോട്. വഖാല മൂസ, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ലിഖൗമിഹി തൻ്റെ കൗമിനോട്, തൻ്റെ സമൂഹത്തോട്, ഇൻ തക്ഫുറു നിങ്ങൾ സത്യനിഷേധികളാവുകയാണെങ്കിൽ, അൻതും നിങ്ങളും, വമൻ ഫിൽ അർളി ഭൂമിയിലുള്ള ജമീയൻ മുഴുവൻ ആളുകളും സത്യനിഷേധിയായാലും, ഫഇന്നല്ലാഹ ലഗനിയ്യുൻ അൻ ഖൽഖിഹി തൻ്റെ സൃഷ്ടികളുടെ ഒരാവശ്യവും ഇല്ലാത്തവനാണ് അല്ലാഹു തആല. ഹമീദുൻ മഹ്മൂദുൻ ഫീ സുനിഹി ബിഹിം അള്ളാഹു അവരെ കൊണ്ട് എന്താണ് സ്തുതിക്കപ്പെടുന്നവനുമാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽ. അപ്പം ആര് കാഫിറായ, ആരല്ലാഹനെ നിഷേധിച്ചാലും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത സംഗതികൾ കൊണ്ട് അള്ളാഹു പ്രശംസക്ക് അർഹനാണ്. അള്ളാഹുവിന് അവരുടെ യാതൊരു ആവശ്യവും ഇല്ല. അലം യഅ്തികും നിങ്ങൾക്ക് വന്നിട്ടില്ലേ, ഇസ്തിഫാമു തഖരീർ അതായത് വന്നിട്ടുണ്ട് എന്നർത്ഥം. നബഉ എന്ന് ചില ഖബറുല്ലദീന മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ വർത്താനം, അവരുടെ വൃത്താന്തം നിങ്ങൾക്ക് വന്നിട്ടില്ലേ. അഥവാ ഖൗമി നൂഹിൻ വ ആദിൻ, ആദ് എന്ന് വെച്ചാൽ ഖൗമി ഹൂദ്, ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹമായ ആദ്, പിന്നെ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹം, വ സമൂദ് അഥവാ ഖൗമി സാലിഹ്, സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂദ് ഗോത്രം, അവരുടെയൊക്കെ കഥകൾ, അവരുടെയൊക്കെ വൃത്താന്തം നിങ്ങൾക്ക് വന്നിട്ടില്ലേ. വല്ലദീന മിൻ ബഅദിഹിം അവരുടെ ശേഷമുള്ള ആളുകളോ, അത് ലാ യഅലമുഹും ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആർക്കും അവരെ പറ്റി അറിയില്ല. ഈ കസറത്തിയും, കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. ഖുർആനിൽ പറഞ്ഞ കുറച്ച് ഏതാനും പല സമൂഹത്തിനെ പറ്റിയുള്ളൂ. 1,24,000 പേരെ അമ്പിയാനെ അയച്ചിട്ടുണ്ട്. അപ്പം ഏതേത് സമൂഹങ്ങളിലേക്കാണ് അവർക്ക് വന്നു ഭവിച്ച പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് വിശുദ്ധ ഖുർആൻ പറയാത്തത് കൊണ്ട്, നബി നിങ്ങൾ പറഞ്ഞു തരാത്തത് കൊണ്ട് അറിയില്ല. ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത് എന്നാൽ ഈ പറഞ്ഞതും പറയാത്തതുമായ സമൂഹങ്ങളിലേക്ക് ചെന്നു അവരിലേക്ക് അയച്ച ദൂതന്മാർ, അള്ളാഹുവിൻ്റെ ദൂതന്മാർ, ബിൽ ബയ്യിനാത്തി അഥവാ ബിൽ ഹുജജിൽ വാദിഹത്തി വ്യക്തമായ പ്രമാണങ്ങൾ തെളിവുകളുമായിട്ട് അലാസുബിക്കുകയും തങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് എന്ന അവരുടെ സത്യസന്ധതയെ കുറിക്കുന്നതായി വ്യക്തമായ തെളിവുകളോടുകൂടി അവർ ചെന്നു. അങ്ങനെ ഫറദ്ദു ഐദിയഹും ഫി അഫ്വാഹിഹിം അവർ മടക്കി, അഥവാ ആ സമൂഹങ്ങളൊക്കെ മടക്കി, ഐദിയും അവരുടെ കൈകളെ, ഫി അഫ്വാഹിം അവരുടെ വായിൽ, അതായത് ഇലൈഹ അവകളിലേക്ക് മടക്കി. ഫി അഫ്വാഹി എന്ന് വെച്ചാൽ ഇല അഫ്വാഹി അവരുടെ വായകളിലേക്ക് അവർ തങ്ങളുടെ കൈകളെ മടക്കി. ലി യഉല്ലു അല്ലേ, ലി യഉല്ലു അലൈഹ
ആ കൈകളെ കടിക്കാൻ വേണ്ടി ഷിദ്ദത്തിൽ ദേഷ്യം പിടിക്കുമ്പോൾ കൈ നമ്മൾ പിടിച്ച് കടിക്കൂല, സ്വന്തം കൈ. ആ ദേഷ്യം പിടിച്ചിട്ട് അവരങ്ങനെ ചെയ്തു എന്ന്. വഖാലു അവർ പറഞ്ഞു, ഇന്ന കഫർന ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ബിമാ ഉർസിൽതും ബിഹി നിങ്ങൾ ഏതൊന്നുകൊണ്ടാണോ അയക്കപ്പെട്ടിരിക്കുന്നത് ആ കാര്യത്തെ ഞങ്ങൾ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു. ഫീ സഅമിക്കും നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ എന്താ വാദിക്കുന്നത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളതിനെ അംഗീകരിക്കൂല, ഞങ്ങളതിനെ നിഷേധിക്കുന്നു. വ ഇന്ന ലഫീ ഷക്ക് തീർച്ചയായും ഞങ്ങൾ സംശയത്തിൽ തന്നെയാണ്. മിമ്മാ തദ്ഊനന നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്ന ആ കാര്യത്തിന് ക്ഷണിക്കുന്നു, ഇലൈഹി ആ ഒന്നിലേക്ക്, ആ ഒരു കാര്യത്തിനാൽ ആ ഒന്നിൻ്റെ നാൽ ഞങ്ങൾ സംശയത്തിൽ തന്നെയാണ്. വ ഇന്ന ലഫീ ഷക്കിൻ ഷക്കിലാണ്. എങ്ങനത്തെ ഷക്കാണ്? മുരീബായ, അതായത് സംശയം ഉണ്ടാക്കുന്ന ഒരു സംശയം. മൂക്കി ഉല്ലീബ ഉണ്ടോ, രീപത്തിന് സംശയത്തെ ഉണ്ടാക്കുന്നതായ ഒരു അവ്യക്തതയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പം ഷക്കിൻ്റെ സിഫത്താണ് മുരീബ് എന്നുള്ളത്. ഖാലത്ത് റുസുലുഹും അവരിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ പറഞ്ഞു, അഫില്ലാഹി അള്ളാഹുവിൻ്റെ കാര്യത്തിലോ ഷക്കുൻ സംശയമുള്ളത്, ഇസ്തിഫാം ഇൻകാരി, അതായത് അങ്ങനെ സംശയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അതായത് ലാ ശക്ക ഫീ തൗഹീദി അള്ളാഹു ഏകദൈവമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ലിദ്ദലാഇലി ളാഹിറ പ്രകടമായ തെളിവുകളെ കൊണ്ടല്ലോ അലൈഹി അതിന് അള്ളാഹു ഏകദൈവമാണ് എന്നതിന്. ഫാത്തിരി എന്ന് വെച്ചാൽ ഖാലിഖിസം മുൻമാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവനാണ്. ഖാലിഖിസ്സമാവാതി വൽ അർള് വാനഭൂവനങ്ങളുടെ സൃഷ്ടാവായ. യദ്ഉക്കും അവൻ നിങ്ങളെ ക്ഷണിക്കുന്നു, ഇലാ ത്വാഅതി അവന് വഴിപ്പെടുന്നതിലേക്ക്, ലിയഗ്ഫിർ ലക്കും എന്താ അങ്ങനെ വഴിപ്പെട്ടാൽ വഴിപ്പെടുന്നതിലേക്ക് എന്തിനാ ക്ഷണിക്കുന്നത്? നിങ്ങൾ വഴിപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യും? ലിയഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും പാപങ്ങളെ പുറത്തു തരാൻ വേണ്ടി. അപ്പം പാപങ്ങളിൽ നിന്നുമാണോ? മിന്നെന്ന് പറയുമ്പോൾ നിന്ന് അർത്ഥം ഉണ്ടാവില്ല, തബീൽ. അപ്പോൾ എല്ലാ പാപങ്ങളില്ല, ചില പാപങ്ങൾ പുറത്തു വരും എന്നല്ല അവിടെ അർത്ഥം, മറിച്ച് മിൻ സായിദിയാണ്. അപ്പോൾ എന്താണ്? നിങ്ങളുടെ പാപങ്ങളൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് വരുന്നതോടുകൂടി, ഒരു കാഫർ മുസ്ലിം ആവലോടുകൂടി ഗതകാലത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പം നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ആ മിന്ന് സായിദയാണ്. ഫഇന്നൽ ഇസ്ലാമ കാരണം മുസ്ലിം ആവുക എന്നത് യഗ്ഫിറു മാ ഖബലഹു അതിൻ്റെ മുമ്പുള്ള പാപത്തെ പൊറുപ്പിക്കുന്നതാണ്. ഔ തബഈലിയ അല്ലെങ്കിൽ ആ മിൻ എന്താണ്? തബഈലിയത്താണെന്ന് വെക്കണം. ലിഇഖ്റാജി ഹുഖൂഖിൽ ഇബാദി കാരണം എല്ലാ പാപങ്ങളും മുസ്ലിം ആവുന്നതോടുകൂടി പോകില്ല. എന്ത്? അടിമകളുമായിട്ട് ബന്ധപ്പെട്ട ഹക്കടപാടുകൾ ഇതിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യണം, ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ മിന്ന അവിടെ എന്താണ്? തബഈൽ ആവാം, അല്ലേ? തബഈലിൻ്റെ മിന്നാവാം. വയുഅഖിറക്കും ഇലാ അജൽ, യുഅഖിറക്കും എന്നാണ്, ബിലാ അദാബ് ശിക്ഷയില്ലാതെ നിങ്ങളെ പിന്തിപ്പിക്കാൻ വേണ്ടിയുമാണ്. ഇലാ അജലിൻ മുസമ്മ ഒരു നിശ്ചിത അവധി വരെ. അജലിൽ മൗത്തി മരണാവധി വരെ, മരണത്തിൻ്റെ അവധി ഉണ്ടല്ലോ, മരണം വരെ നിങ്ങൾക്ക് സാവകാശം നൽകുക, നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കുക, അതിനൊക്കെ വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ സത്യനിഷേധികളാണ്, ഇപ്പം തന്നെ അള്ളാഹുടെ ശിക്ഷ വന്നിട്ട് നശിപ്പിക്കൂലേ? അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ. ഖാലു അവർ പറഞ്ഞു, മാന്ന് വെച്ചാൽ ഇന്ന് വെച്ചാൽ മാ അൻതും നിങ്ങൾ അല്ല, ഇല്ലാ ബശറും മിസ്ലുന ഈ പ്രവാചകന്മാരോട് തങ്ങൾ അയക്കപ്പെട്ട ആ സമൂഹങ്ങൾ പറയുകയാണ്, ഞങ്ങൾ പോലെയുള്ള മനുഷ്യരല്ലാതെയല്ല, നിങ്ങൾ മനുഷ്യർ മാത്രമാണ്. തുരീദൂന നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അൻ തസുദ്ദൂന ഞങ്ങളെ തടയാൻ വേണ്ടി, അമ്മാ കാന യഅ്ബുദു ആബാഉന ഞങ്ങളുടെ പിതാക്കന്മാർ എന്തിനെയായിരുന്നു ആരാധിച്ചിരുന്നത് അതിനെയും വിട്ട് അതിനെ തൊട്ട് ഞങ്ങളെ തടയാൻ വേണ്ടി, അതിൽ നിന്നും മിനൽ അസ്നാമി വിഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങളെ തടയാൻ വേണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളത്. ഫതൂര അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധരാണ്, നിങ്ങളെ കൊണ്ടുപോവാ ബി സുൽത്താനിൻ മുബീൻ വ്യക്തമായ പ്രമാണത്തെ, ഹുജ്ജത്തിൻ ലാഹിറ വ്യക്തമായ തെളിവിനെ, അലാസിദിക്കും നിങ്ങളുടെ സത്യസന്ധതയുടെ മേൽ. ഖാലത്ത് ലഹും റുസുലുഹും അവരോട് അവരിലേക്ക് അയക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതന്മാർ പറഞ്ഞു, ഇൻ മാ നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും ഞങ്ങൾ നിങ്ങളെപ്പോലെ കേവലം മനുഷ്യരല്ല, ഞങ്ങൾ മനുഷ്യരല്ലാതെയല്ല, അങ്ങനെ തന്നെ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലാതെയല്ല. കമാക്കുലത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ, പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. വലാകിൻ അല്ലാഹ എങ്കിലും അല്ലാഹ് യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദി അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിച്ച
ആളുകൾക്ക് അനുഗ്രഹം ചെരിഞ്ഞു കൊടുക്കുന്നു. ബിന്നുബുവ്വത്തി പ്രവാചകത്വം കൊണ്ട്. ഞങ്ങളും നിങ്ങളൊക്കെ മനുഷ്യരാണ്, പക്ഷെ ഞങ്ങൾ പ്രവാചകന്മാരാണ്. അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ മിന്നത്താണ്, അനുഗ്രഹമാണ്. ഒമാ കാന മാ യംബഗി എന്നർത്ഥം. ഒമാ കാനല്ല എന്ന് വെച്ചാൽ മാ യംബഗിലന, നമുക്ക് പറ്റിയതല്ല. അന്നതിയക്കും ബി സുൽത്താനിൻ ഇല്ലാ ബി ഇദ്നില്ല, നിങ്ങളിങ്ങനെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ഒരു തെളിവിനെ, ഒരു പ്രമാണത്തെ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് ഞങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല. ബി ഇദ്നില്ല എന്ന് വെച്ചാൽ ബി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി അല്ലാതെ. ലി അന്ന അബീദുൻ മർബൂബൂന, കാരണം ഞങ്ങൾ അള്ളാഹുവിൻ്റെ തർബിയത്തിലുള്ള, അള്ളാഹുവിൻ്റെ പരിപാലനത്തിലുള്ള അള്ളാഹുവിൻ്റെ അടിമകൾ ആണ് ഞങ്ങൾ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിൽ സത്യവിശ്വാസികളായ ആളുകൾ ബരമേൽപ്പിക്കട്ടെ. യസിഖൂബിഹി, അവനെ മുറുകെ പിടിച്ചുകൊള്ളട്ടെ. വമാ ലനാ അല്ലാ നതവക്കല അലല്ലാഹ്, ഞങ്ങൾക്ക് പറ്റിയതല്ല ഞങ്ങൾ തവക്കുലാക്കാതിരിക്കൽ, ഞങ്ങൾ ബരമേൽപ്പിക്കാതിരിക്കൽ അള്ളാഹുവിൻ്റെ മേൽ. അതായത് ലാ മാനിഅ ലനാ മിൻ ദാലിക, ഞങ്ങൾക്ക് അതിനൊരു തടസ്സവും ഇല്ല, അള്ളാഹുവിനെ ബരമേൽപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സവുമില്ല. ലാ മാനിഅ ലനാ മിൻ ദാലിക, അതിൽ നിന്നും ഞങ്ങളെ തടയുന്ന ഒന്നും ഇല്ല. അള്ളാഹുവിനെ ബരമേൽപ്പിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയുന്ന ഒരു സംഗതിയും ഇല്ല. വഖദ് ഹദാന സുബുലന, ഏതൊരു സ്ഥിതിയിൽ അവൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർഗങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. വല നസ്ബിറന്ന അല മാ ആദൈതുമൂന, നിങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ക്ഷമിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതാക്കും നിങ്ങളുടെ ബുദ്ധിമുട്ടിന് മീതെ. അലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ, ബരമേൽപ്പിക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിൻ്റെ മേൽ ബരമേൽപ്പിച്ചു കൊള്ളട്ടെ. വഖാലല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ പറഞ്ഞു, ലിറുസുലിഹിം, തങ്ങളിലേക്ക് നിയോഗിതരായ അള്ളാഹുവിൻ്റെ ദൂതന്മാരോട്, ലനുഖ്രിജന്നകും മിൻ അർളിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്നും, ഞങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യും. ഔ ലതഊദുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങും, തീർച്ചയായും. ലതസീറന്ന, തീർച്ചയായും നിങ്ങൾ മടങ്ങും. ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിൽ തന്നെ. ദീനിന, ഞങ്ങളുടെ മതത്തിലേക്ക് തന്നെ മടങ്ങും. ആ ഊവിന് ഒന്നുകിൽ ഇലയുടെ അർത്ഥം വെക്കാം, അല്ലെങ്കിൽ അല്ലാതെയും വെക്കാം, എന്താണ് വിഷയമൊന്നുമില്ല. നിങ്ങൾ പൂർവ്വ മതത്തിലേക്ക് മടങ്ങി വരുന്നിടം വരെ നിങ്ങളെ ദീയും പുറത്താക്കും, ഇവിടെ നിർത്താൻ സമ്മതിക്കില്ലെന്ന്. പൂർവ്വ മതത്തിലേക്ക് വന്നാൽ തിരിച്ചിങ്ങോട്ട് വരാം, എന്തെങ്കിലും ഒന്ന് നടത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫൗഹ ഇലൈഹിം റബ്ബുഹും, അവരുടെ രക്ഷിതാവ് അവരിലേക്ക് അയച്ചു, വഹി നൽകി ഈ ദൂതന്മാരിലേക്ക്. ലനുഹലിക്കന്ന ളാലിമി, വിഷമിക്കേണ്ട, എന്തു ചെയ്യും, അക്രമികളെ ഞാൻ എന്തു ചെയ്യും, നശിപ്പിക്കുക തന്നെ ചെയ്യും. കാഫിരീങ്ങളെ. വലനുസ്കിനന്നകുമുൽ അർള, നിങ്ങൾക്ക് ഭൂമിയിൽ നാം പാർപ്പിടമുണ്ടാക്കി തരും. അർളിഹിം, അവരുടെ ഭൂമിയിൽ. അർളഹും, താമസം ഒരുക്കി തരും. മിൻ ബാദിഹിം, അവരുടെ ശേഷം, അഥവാ ബാദ ഹലാക്കി, അവരെ നശിപ്പിച്ചതിന് ശേഷം, അവരുടെ നാശത്തിൻ്റെ ശേഷം. ദാലിക നസ്റു, ആ സഹായം. അതുപോലെ തന്നെ വൈറാസുൽ അർൾ, ആ ഭൂമിയെ അനന്തരമായിട്ട് നൽകൽ, അതായത് അവരെ നശിപ്പിച്ചിട്ട് അവരുടെ ഭൂമിയെ ഈ പ്രവാചകന്മാർക്ക് നൽകൽ, അല്ലെങ്കിൽ അത്യവിശ്വാസികളായ ആളുകൾക്ക് നൽകൽ. അപ്പോൾ ആ നൽകലും ആ അനന്തരം കൊടുക്കലും അതുപോലെ തന്നെ ആ സഹായവും ഒക്കെ ആർക്കുള്ളതാണ്? ലിമൻ ഖാഫ മഖാമി, എൻ്റെ മഖാമിനെ പേടിച്ച ആളുകൾക്കുള്ളതാണ്. അതായത് മഖാമഹു, അള്ളാഹുവിൻ്റെ മക്കാം അല്ല, മക്കാമഹു, അവൻ്റെ മക്കാമിനെ പേടിച്ച ആളുകൾക്കാണ്. ബൈനയതൈ, എൻ്റെ മക്കാമിനെ പേടിക്കാന്ന് വെച്ചാൽ എന്താ? അള്ളാഹു പറയാണ് എൻ്റെ മക്കാമിനെ പേടിച്ച ആളുകൾക്കുള്ളതാണ് അത്. എൻ്റെ മക്കാമിനെ പേടിക്കാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മക്കാമഹു, അവൻ്റെ ആ മണ്ണുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ മക്കാമ്, അവൻ്റെ നൃത്തത്തെ അവൻ പേടിച്ചു, അല്ലെങ്കിൽ അവൻ്റെ നിൽക്കുന്ന സ്ഥലത്തെ അവൻ പേടിച്ചു. ബൈനയതൈ, അള്ളാഹുവിൻ്റെ മുമ്പിൽ, അല്ലെ ബൈനയതയ്യ, അള്ളാഹ് പറയാണ് എൻ്റെ മുമ്പാകെ. അപ്പോൾ അള്ളാഹുവിൻ്റെ മക്കാമിനെ പേടിക്കാന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പാകെ ഇവന് ഒരു നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്, ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് ആ സൗഭാഗ്യങ്ങളൊക്കെ ഞാൻ നൽകുക എന്ന്. വഹാഫ വഈദ്, പിന്നെ വഹാഫ വഈദീനാണ്, അല്ലേ? വഹാഫ വഈദീനാണ്, അപ്പോൾ അത് കളയുന്നതാണ് യാ. വഹാഫ വഈദ്, എൻ്റെ മുന്നറിയിപ്പ്, എൻ്റെ താക്കീത്, അതിനെ പേടിച്ച ആളുകൾക്കും ഉള്ളതാണ്. ബില്ലദാബി, ശിക്ഷ കൊണ്ടുള്ള എൻ്റെ താക്കീതിനെ പേടിച്ചവർക്കും ഉള്ളതാണ്. വസ്തഫ്തഹു എന്ന് വെച്ചാൽ വൻ തസറ റുസുലു, അവർ അഥവാ അള്ളാഹുവിൻ്റെ മുർസലീങ്ങൾ
സഹായം തേടി, ബില്ലാഹി അള്ളാഹുവിനോട് സഹായം തേടി, അലാ കൗമിയും തങ്ങളുടെ സമൂഹങ്ങൾക്കെതിരെ. വഹാബ എന്ന് വെച്ചാൽ ഹസിറ, കുല്ലു ജബ്ബാരിൻ, ജബ്ബാറിന് ചില മുത്തക്കബ്ബരിൻ അൻ താഅത്തില്ലാഹി, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിനെ തൊട്ട് അഹങ്കരിച്ച് മാറി നിന്ന ഏതൊരാളും എന്തായി, പരാജയപ്പെട്ടു പോയി. അനീത് എന്ന് വെച്ചാൽ മുആനിദിൽ ഹഖ്, ഹക്കിനോട് മത്സര ബുദ്ധിയോടുകൂടി വർത്തിക്കുന്ന ആളായ. മിൻ വറാഇഹി, അതിൻ്റെ വറായിലുണ്ട്. വറാ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ അമാമിഹി, അതിൻ്റെ മുമ്പിലുണ്ട്, അല്ലെങ്കിൽ അമാമഹു എന്ന് വായിക്കാം. നിന്നിൽ നിന്നും ബദലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അമാമഹു, അവൻ്റെ മുമ്പ് ഉണ്ടാകും. അവൻ്റെ അപ്പുറം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അവൻ്റെ മുമ്പാകെ എന്തുണ്ടാകും, ജഹന്നം ഉണ്ടാകും. യദ്ഖുലുഹ, അവനതിൽ പ്രവേശിക്കും. വൈസ്കാഫി, അവിടെ വെച്ച് അവന് കുടിപ്പിക്കപ്പെടും. മിമ്മ ഇൻ സദീദ്, ചീഞ്ചലത്തിൻ്റെ, സദീദിൻ്റെ വെള്ളം. ഹുവമായ സീലുമിൻ ജൗഫി അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന ഒരു പദാർത്ഥമാണ്. മുഖ്തലിത്തം ബിൽ കൈഹ്, ചലവും കൂടിക്കലർന്ന, വദ്ദമി, രക്തവും ചലവൊക്കെ കൂടിക്കലർന്ന ഒരു പദാർത്ഥം, ഒരു പനിയല്ല, ഒരു വെള്ളം. യതജറഉഹു, അവനതിനെ ജുർഅത്തായിട്ട്, ഇറക്കായിട്ട് കുടിക്കും. യബ്തലിഹു, അവനതിനെ വിഴുങ്ങും. മറത്തൻ ബഅദ മറ, ഒരു തവണയ്ക്ക് ശേഷം മറ്റൊരു തവണയായി. ലി മറാറത്തിഹി, അതിൻ്റെ മറാറത്ത്, കയ്പ് കാരണത്താൽ. വലാ യകാദു യുസീഗുഹു, വലാ യകാദു, അടുക്കുകയില്ല. യുസീഗുഹു, അവനതിനെന്താണ്, യസ്ദുറുഹു, എന്താണ് യുസീഗുഹു എന്ന് വെച്ചാൽ യസ്ദുറുഹു, ഇസ്ദറദ യസ്ദുറുദു. അപ്പം യസ്ദുറുദുഹു എന്നാണ്. അതിനിങ്ങനെ ഓരോ ഇറക്കിറക്കായിട്ട് കുടിക്കാൻ അവൻ എന്ത് ചെയ്യില്ല, അടുക്കുകയില്ല. അപ്പം ഇസ്ദറദ എന്നതിൻ്റെ ശരിയായ അർത്ഥം നോക്കിയിട്ട് പറയാം. ഇങ്ങനെ അല്പാൽപമായിട്ട് ആസ്വദിച്ച് കുടിക്കലോ മറ്റോ ആണ്. അത് അവന് അങ്ങനെ കുടിക്കാൻ, ആസ്വദിച്ച് അതിനെ കുടിക്കാൻ അടുക്കുക കൂടിയില്ല. എന്തായാലും അത്ര കഴിയല. കാരണം എന്താണെങ്കിൽ കുബുഹി, അത്ര മോശമായത്, അതിൻ്റെ അത്ര മോശത്തരം കാരണത്താൽ. വക്കറാത്തി, അതിനോടുള്ള അത്രത്തോളം വെറുപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ വളരെ മോശമായ അവസ്ഥ കാരണത്താൽ. തീഹിൽ മൗത്ത്, ഇത് കുടിക്കുമ്പോൾ അവന് മരണം വരും. അതായത് അസ്ബാബുഹു, മരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന മരണത്തിൻ്റെ കാരണങ്ങൾ. അൽ മുഖത്തവിയത്തിലഹു, മരണത്തെ തേടുന്നതായ അതിൻ്റെ കാരണങ്ങൾ. ബിൻ അൻവായിൽ അദാബി, ശിക്ഷയുടെ വ്യത്യസ്ത ഇനങ്ങളാൽ. അപ്പം അത് കഴിക്കും വളരെ മരണസമാനമായ വേദനകൾ, പ്രയാസങ്ങൾ അവൻ അനുഭവിക്കുന്നു. അതാകട്ടെ മീൻ കുല്ലി മക്കാൻ, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവിടെ നിന്ന് ഓടുന്നൊക്കെ അസ്വസ്ഥത. ഒമാഹുബി മയ്യത്ത്, ഏതൊരു സ്ഥിതിയിൽ അവൻ മയ്യത്തല്ലതാൻ, അവൻ മരിക്കുന്നില്ല, മരിച്ചവന് സമാനമായ വലിയ പ്രയാസവും. ഒമിം വറാഇഹി, അതിൻ്റെ അപ്പുറമുണ്ട്, അഥവാ ബാധദാലികലതാബ്, ആ ശിക്ഷ കഴിഞ്ഞാൽ വേറൊരു ശിക്ഷയുണ്ട്. അദാബുൻ ഖലീൽ, കഠിനമായൊരു ശിക്ഷ. കവിയുൻ, ശക്തമായ, മുത്തസിൽ, ചേർന്നുള്ള ഒരു ശിക്ഷ. അതായത് അടുപ്പിച്ചുള്ള ശിക്ഷ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മസലു എന്ന് വെച്ചാൽ സിഫത്തുല്ലദീന കഫറു ബി റബ്ബിഹിം. നേരത്തെ നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ ചർച്ച ചെയ്തിരുന്നു, നല്ല നല്ല ആളുകൾക്ക് കിട്ടാൻ പോകുന്ന സ്വർഗത്തിൻ്റെ ഉപമയും മറ്റും. ഇതല്ല, നേരെ തിരിച്ച്. അല്ലദീന കഫറു ബി റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിനെ നിഷേധിച്ച ആളുകൾക്കുള്ള ഉപമ. മുബത്തതാണ് വൈബുദൽ മിൻഹു, അതിൽ നിന്നും ബദലാക്കപ്പെടും എന്ത്, ആമാലും, അവർക്കുള്ള ഉപമ എന്ന് വെച്ചാൽ അവരുടെ കർമ്മങ്ങൾക്കുള്ള ഉപമ. അസ്സാലിഹ, നല്ല നല്ല കർമ്മങ്ങളുടെ ഉപമ. കാരണം കാഫര്യങ്ങളായ ആളുകളാണെങ്കിലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, കുടുംബ ബന്ധം ചേർക്കൽ, അതൊക്കെ ഉണ്ടാവും. കസിലത്തിൻ, കുടുംബ ബന്ധം ചേർക്കൽ പോലെ. സദഖത്തിൻ, ധർമ്മം ചെയ്യുന്നത് പോലെ. ഫി ആദമിലിൻ, അതൊക്കെ അതിലുള്ള അത്തരം അവരുടെ നല്ല നല്ല കർമ്മങ്ങളുടെ ഉപമ. ഏത് വിഷയത്തിലുള്ള ഉപമ? ഫി ആദമിൽ ഇന്തിഫാഇ ബിഹ, അതുകൊണ്ട് അവർക്കൊരു ഉപകാരവും ഉണ്ടാവുന്നില്ല എന്ന കാര്യത്തിൽ അതിൻ്റെ ഉപമ ഏതുപോലെയാണ്? കറമാദിൻ, റമാദ് പോലെയാണ്, ചാരം പോലെയാണ്. ഇസ്തദ്ദത് ബിഹിരിഹു, കാറ്റതിൽ ശക്തമായിട്ട് പറ്റി, കാറ്റ് വന്നതിൽ ശക്തമായി. ഫി യൗമിൻ ആസിഫ്, അല്ലേ, ഫി യൗമിൻ ആസിഫ്,
ഒരു കൊടുങ്കാറ്റിൻ്റെ ദിവസം, കൊടുങ്കാറ്റടിക്കുന്ന അല്ല ഷദീദ് ശക്തമായ കാറ്റുള്ള ദിവസം, ഷദീദി ഹുബൂബിരീഹി, അങ്ങനെയാണ് ഷദീദി ഹുബൂബിരീഹി. ആ ദിവസത്തിലുള്ള കാറ്റിൻ്റെ ഹുബൂബ് അത് വീശിയടിക്കൽ, ഹബ്ബ എന്ന് വെച്ചാൽ ഹബ്ബത്തുരീഹു എന്നൊക്കെ ഇല്ലേ, കാറ്റിൻ്റെ വീശിയടിക്കൽ ശക്തമായൊരു ദിവസത്തിൽ കാറ്റ് ശക്തമായി അതിലടിച്ചു, അങ്ങനെയുള്ള ചാരം പോലെയുണ്ട്. അങ്ങനെ ഫജഅലത്ഹു, എന്നിട്ട് ആ കാറ്റ് ആ ചാരത്തെ ആക്കി, ആ ചാരം അതിനെ കളഭം. ഫജഅലത്ഹു, ഈ കാറ്റ് ആ ചാരത്തെ ആക്കി, മൻസൂറൻ പാറുന്നതാക്കി, ലാ യഖ്ദിറു അലൈഹി, അതിന്മേൽ ഉറച്ചു നിൽക്കാതെ, വൽ മജ്റൂർ, അപ്പം മൻസൂറൻ ലാ യഖ്ദിറു അലൈഹി, അതിന്മേൽ ഉറച്ചു നിൽക്കാതെ, ആ സാധനത്തിൽ ഉറച്ചു നിൽക്കൂല, ചാരം എന്ത് ചെയ്യും, പാറിപ്പോകുക, നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല, ആ രൂപത്തിൽ. അപ്പോൾ എത്ര ചാരം ഉണ്ടെങ്കിൽ ആ ചാരമൊക്കെ എന്താണ്, കാറ്റത്ത് പറന്നു പോകുന്നു. അതുപോലെ തന്നെ എന്തെല്ലാം ചെയ്താലും ആ ചെയ്ത നന്മകളൊന്നും അതുകൊണ്ടൊന്നും ഇവർക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. വൽ മജ്റൂർ, ഈ മജ്റൂർ ഉണ്ടല്ലോ, റമാദ്, ആ കാഫും അതിൻ്റെ മജ്റൂറായ റമാദ്, അതാണ് ഖബറുൽ മുബ്തദയിൻ്റെ ഖബർ. അവരുടെ ഉപമ റമാദ് പോലെയാണ്. ലാ യഖ്ദിറൂന, അവർക്ക് കഴിയുകയില്ല, അയിൽ കുഫാറു, കാഫിരീങ്ങൾക്ക്, മിമ്മാ കസബു, അവർ ചെയ്തു വെച്ചതിനാൽ, അമിലു ദുനിയാവിൽ ചെയ്തു വെച്ച നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും അവർക്ക് അലാശി ഒരു കാര്യത്തിന് അവർക്ക് കഴിയുകയില്ല, അതുകൊണ്ടൊന്നും ഒന്നും ഉണ്ടാവില്ല. അതായത് ലാ യജിദൂന ലഹു സവാബൻ, അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല ആ ചെയ്തതിൻ്റെ പേരിൽ സവാബ്, ഒരു പ്രതിഫലത്തെയും. അതിന് ഷർത്തിഹി, അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ അതിൻ്റെ നിബന്ധന ഉണ്ട്. ആ നിബന്ധന ഇവിടെ ഉണ്ടാവാത്ത കാരണം മുസ്ലിം ആണെങ്കിലേ ഉള്ളൂ എന്ത് നന്മ ചെയ്തിട്ട് കാര്യമുള്ളൂ, കാഫർ എന്ത് ചെയ്താലും കാര്യമില്ല. ദാലിക ഹുവൽ ഹലാക്കുൽ ബഈദു, അതാണ് രക്ഷയിൽ നിന്നും ഏറെ വിദൂരത്തായ നാശം, അതാണ്. അപ്പോൾ രക്ഷ വളരെ വിദൂരമായിട്ടുള്ള നാശം, വഴികേടാണ് അത്, അല്ലേ? കാരണം കുഫർ ഉണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു രക്ഷയില്ലല്ലോ. രക്ഷയിൽ നിന്നും വളരെ വിദൂരത പ്രാപിച്ച ഒരു നാശമാണ് കുഫർ എന്നത്. അലം തറ എന്ന് വെച്ചാൽ തൻളുർ യാ മുഖാത്തബ്, ഓ അഭിസംബോധിത, ആരെയാണോ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് ആ ആളോട് ചോദിക്കുകയാണ്, താങ്കൾ കണ്ടില്ലേ? ഇസ്തിഫാമു തക്രീറിൻ്റെ ഇസ്തിഫാമാണ്. അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർള, വാനഭൂവനങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു, ബിൽ ഹഖി, യഥാവിധം, മുതഅല്ലിഖും ബി ഖലഖ, അല്ലെ, ഖലഖ എന്നതിനോട് ബന്ധപ്പെട്ടതാണ്, ബിൽ ഹഖ് എന്ന് ചേർമ്മച്ചു. ഈ യശ്, അവൻ ഉദ്ദേശിച്ചാൽ, യുദ്ഹിബുക്കും, നിങ്ങളെ നീക്കിക്കളയും, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇവിടെ നിന്ന് നിങ്ങളെ നീക്കിക്കളയും, വയഅതി ബി ഖൽഖിൻ ജദീദ്, പുതിയൊരു സൃഷ്ടിപ്പിനെ കൊണ്ടുവരും, അതായത് പുതിയ ആളുകളെ കൊണ്ടുവരും, ബദലക്കും, നിങ്ങൾക്ക് പകരമായിട്ട്. വമാ ദാലിക അലല്ലാഹ്, അത് അള്ളാഹുവിന് അതെന്തല്ല, ബി അസീസ്, അസീസ് എന്ന് വെച്ചാൽ ഷദീദ്, പ്രയാസമുള്ളതൊന്നുമല്ല. വബറസു, അവർ വെളിപ്പെട്ടു, അൽ ഖലായിഖു, സൃഷ്ടികൾ, വതഅബീറു ഫീഹി വഫീമാ ബഅദഹു മിൽ മാലി, ഇവിടെയൊക്കെ ബറസു എന്നാണ്, മാലിയായാണ്. അപ്പം ഇവിടെയും വഫീമാ ബാദ, ഇതിൻ്റെ ശേഷമൊക്കെ ബിൽ മാലി കൊണ്ട് പരാമർശം നടത്തിയത്, അതായത് വെളിപ്പെട്ടു എന്ന് വെച്ചാൽ വെളിപ്പെടും എന്നാണ്. വെളിപ്പെട്ടു അത്ര ഉറപ്പാണ്, വെളിപ്പെടും എന്നുള്ളത് അത്ര ഉറപ്പായതുകൊണ്ടാണ് വെളിപ്പെട്ടു എന്ന രൂപത്തിൽ ബറസു എന്ന് മാലി കൊടുത്തത് ശേഷമുള്ളവരുടെയൊക്കെ. എന്താണ് ലി തഹഖുഖി ഉഖൂഇ, അത് ഉണ്ടാകുമെന്ന് ഉറപ്പായതിനാൽ, ലില്ലാഹി ജമീഅ, എല്ലാ ആളുകളും അള്ളാഹുവിന് വെളിപ്പെടും അന്നത്തെ ദിവസം, ഒരു ദിവസം. ഫഖാല ളുഅഫാഉ, അങ്ങനെ ഈ ദുർബലരായ ആളുകൾ, അഥവാ ഉദ്ദേശിക്കുന്നത് അൽ അത്ബാഉ, ഈ പിഴച്ച കക്ഷികളെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവരുടെ പിന്നാലെ കൂടുന്ന ആളുകളുണ്ടല്ലോ, പിൻപറ്റുന്ന ആളുകൾ, ആ ദുർബല വിഭാഗം, അവരെ ആരാണ് പിഴപ്പിച്ച, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ കാഫര്യങ്ങൾ അവരുടെ നേതാക്കന്മാരായ വലിയ വലിയ കാഫര്യങ്ങളോട് അപ്പം പറയും എന്നാണ്. ലില്ലദീന ഇസ്തക്ബറു, അഹങ്കരിച്ച് നടന്ന ആളുകളുണ്ടല്ലോ, അതായത് അൽ മത്ബൂഈന, പിന്തുടരപ്പെട്ട ആളുകൾ. അപ്പം ചെറിയ ചെറിയ കാഫര്യങ്ങൾ അവരുടെ നേതാക്കന്മാരായ വലിയ വലിയ കാഫര്യങ്ങൾ, അഹങ്കരിച്ച് നടന്ന വലിയ വലിയ കാഫര്യങ്ങളോടായി പറയും, ഇന്നാ കുന്നാ ലക്കും തബഅ, ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്ന ആളുകളായിരുന്നു. ജമ്മു താബീൻ്റെ ജമ്മാണ് തബ എന്നത്. ഫഹൽ അൻതും മുഗ്നൂന ദാഫിഊന, അപ്പം നിങ്ങളെ പിന്തുടർന്നാണ്, ഞങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്തതല്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ മുഗ്നൂന, ആവശ്യം തീർക്കുമോ, അതാ ഉദ്ദേശിക്കുന്ന ദാഫിഊന അന്ന, ഞങ്ങളെ തടയുമോ, ഞങ്ങളെ തൊട്ട് പ്രതിരോധം സൃഷ്ടിക്കുമോ,
മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങൾക്കൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മിൻ ഷൈ, എന്തെങ്കിലും നിലയ്ക്ക്. മിനിൽ ഊല, ഒന്നാമത്തെ മിന്നുണ്ടല്ലോ, ഏത് മിൻ അദാബില്ലാ എന്ന് പറഞ്ഞ ആ മിന്ന്, അത് തബീനുള്ളതാണ്. അഥവാ ഞങ്ങളെ തൊട്ട് പ്രതിരോധം സൃഷ്ടിക്കുക. എന്തിനാലുള്ള പ്രതിരോധമാണ്? അപ്പോൾ വ്യക്തമാക്കാണ്, ശിക്ഷയിൽ നിന്നുള്ള പ്രതിരോധം. അതിനാണ് ഒന്നാമത്തെ മീൻ. ഇനി വസാനിയ, രണ്ടാമത്തെ മീൻ ഇതിനാണ്. അതായത് മീൻ ചെയ്യുന്ന എന്തെങ്കിലും ഫുള്ളായിട്ടും പ്രതിരോധിക്കേണ്ട, ഏതെങ്കിലും നിലക്ക് ശിക്ഷ കുറച്ചെങ്കിലും തടയാൻ നിങ്ങൾക്കിപ്പം കഴിയുമോ എന്ന്. കാലു അയിൽ മത്ബൂന, ഈ പിന്തുടരപ്പെട്ട വലിയ വലിയ കാഫിര്യങ്ങൾ പറയും, ലൗ ഹദാൻ അല്ലാഹു ലഹദൈനാക്കും, അള്ളാഹു ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയിരുന്നേനല്ലോ. ലദഅൗനാക്കും ഇലൽ ഹുദ, അതായത് ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്തേനെ, ക്ഷണിച്ചിരുന്നേനല്ലോ ഹുദയിലേക്ക്, സന്മാർഗത്തിലേക്ക്. അപ്പം ഞങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയില്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും കിട്ടിയില്ല, നിങ്ങൾ ഞങ്ങളെ പിന്തുടർന്നതിൻ്റെ പേരിൽ. സവാഉൻ അലൈന, ഞങ്ങൾക്കിന് സമമാണ്, അജസിഇന അം സബർന, ഞങ്ങൾ ജസിഇന അതിൻ്റെ മേലെ ഹംസ പ്രവേശിച്ചാണ്. അജസിഇന, ഞങ്ങൾ എന്ത് ക്ഷമകേട് കാണിച്ചാലും സമമാണ് ഞങ്ങൾക്ക്, അം സബർന ഞങ്ങൾ ക്ഷമിച്ചാലും കണക്കാണ്, ക്ഷമിച്ചില്ലെങ്കിലും കണക്കാണ്. മാലന മിൻ സായിദിയാണ്, മിൻ മഹീസ് എന്ന് വെച്ചാൽ മൽജ, ഞങ്ങൾക്കൊരു അഭയസ്ഥാനവുമില്ല. വഖാല ഷെയ്ത്താനു, അപ്പം ഷെയ്ത്താൻ ഒരു സിംഹാസനത്തിൽ കയറിയിട്ട് അപ്പോൾ പറയും, തീ കൊണ്ട് നിർമ്മിതമായതോ മറ്റോ ആണ്, അങ്ങനെ ഹദീസിലുണ്ട്. ഈ ഭാഗത്തെ സംബന്ധിച്ചായിരിക്കും അല്ലാഹു അലം, പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്കിപ്പോൾ അത് നോക്കണ്ട, ഇത് നോക്കാം. വഖാല ഷെയ്ത്താനു, ഷെയ്ത്താൻ അഥവാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇപ്പം പറയും, ലമ്മ കുലിയൽ അംബറു, നമ്മൾ പറഞ്ഞില്ല മാലിയാണ്, പക്ഷെ മുള്ളാരിയാണ് ഉദ്ദേശം. ലമ്മ കുലിയൽ അംബറു, കാര്യം നടപ്പാക്കപ്പെടുമ്പോൾ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്നത്ത, സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ, അഹ്ലുൻ നാരിന്നാറ, നരകത്തിൻ്റെ ആളുകൾ നരകത്തിലും പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ, വജ്തമഉ അലൈഹി, എന്നിട്ട് അവരെല്ലാം ഈ ഷെയ്ത്താൻ്റെ ചുറ്റുവട്ടം ഒന്നിരിക്കും. ഷെയ്ത്താനും അപ്പോൾ അത് തന്നെയാണ്, ഷെയ്ത്താനും നരകത്തിലുണ്ടാവും, നരകത്തിലൊരു സിംഹാസനത്തിൽ. അപ്പോൾ നരകക്കാരായ ആളുകൾ നരകത്തിലും സ്വർഗ്ഗക്കാരായ ആളുകൾ സ്വർഗത്തിലൊക്കെ പ്രവേശിപ്പിച്ചു. അപ്പോൾ നരകക്കാരായ ആളുകളൊക്കെ ഷെയ്ത്താൻ്റെ ചുറ്റും കൂടി, ഇജ്തമാല എന്ന് വെച്ചാൽ ഷെയ്ത്താൻ്റെ ചുറ്റും കൂടി. അപ്പോഴേക്കും ഷെയ്ത്താൻ പറയും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യസന്ധമായ വാഗ്ദാനമായിരുന്നു. ബിൽ ബാസി, ഈ പുനർജീവിതം ഉണ്ടെന്നും, വൽ ജസായി, അതേ തുടർന്ന് മുമ്പ് ചെയ്തു പോയതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുമെന്നും എന്നൊക്കെ. അങ്ങനെ സദ്ദഖക്കും, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹു. അപ്പം പിശാച് നാളെ നരകത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിലുള്ള ആളുകൾ സ്വർഗത്തിലും നരകത്തിലുള്ള ആളുകൾ നരകത്തിലും പ്രവേശിക്കുമ്പോൾ പിശാച് ഒരു തീയുടെ സിംഹാസനത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വിളിച്ചു പറയും, ഈ ലമാ കുലിയൽ അംറു, കാര്യങ്ങളൊക്കെ നടപ്പാക്കപ്പെടുമ്പോൾ, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, നിങ്ങളോട് അള്ളാഹു സത്യസന്ധമായ വാഗ്ദാനമാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്? ബിൽ ബാഅസി വൽ ജസായി, നിങ്ങൾ പുനർജീവിക്കപ്പെടും, അതിൻ്റെതായ പ്രതിഫലം ഓരോരുത്തർക്കും ലഭിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. ഫസദഖക്കും, അങ്ങനെ അവർ നിങ്ങളോട് ആ വാഗ്ദാനത്തിൽ സത്യസന്ധത പുലർത്തി. എന്നാൽ വഅഅ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, അൻഹു ഗൈറു കായിൻ, അതൊന്നും ഉണ്ടാവുകയില്ല, അങ്ങനത്തെ സംഗതിയൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഫഅഖ്ലഫ്തുക്കും, ഞാൻ നിങ്ങളോട് വാഗ്ദത്ത ലംഘനം നടത്തി. വമാ കാന ലിയ അലൈക്കും മിൻ സുൽത്താൻ, വമാ കാന ലിയ, എനിക്കില്ല, അലൈക്കും നിങ്ങളുടെ മേൽ, മിൻ സായിദയായ മിന്നാണ്. സുൽത്താൻ എന്ന് വെച്ചാൽ ഒരു അധികാരവും അഥവാ ഖുവ്വത്തും വഖുദറ, ഒരു ശക്തിയും ശേഷിയും എനിക്ക് നിങ്ങളുടെ മേലിപ്പം പ്രയോഗിക്കാൻ ഇല്ല. ഞാൻ അക്ഹറുക്കും അല മുത്താബഅത്തി എന്നല്ലേ, എന്നെ പിൻപറ്റുന്നതിൻ്റെ മേൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു, സ്വാധീനം ചെലുത്തി. അത് ഏത് കാഹിറാണല്ലോ. അപ്പോൾ അക്ഹറുക്കും, ഞാൻ നിങ്ങളുടെ മേലെ എന്ത് ചെയ്തു, ബലപ്രയോഗം നടത്തി. അലാ മുതാബഅത്തി, എന്നെ നിങ്ങൾ പിന്തുടരാൻ വേണ്ടി. ആ രൂപത്തിലുള്ള ശക്തിയും ശേഷിയുമൊന്നും എനിക്ക് ഇല്ല.
ഇല്ല, പക്ഷേ ഇല്ല എന്നുള്ളത് ലാക്കിനിൻ്റെ അർത്ഥത്തിൽ. എങ്കിലും അൻ ദഅൗതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, എനിക്കങ്ങനെ ശക്തിയും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെ ഇതാക്കാനോ, കാരണം അള്ളാഹുവിനാണ് സമ്പൂർണ്ണമായ ശക്തിയുള്ളത്. പക്ഷെ എന്ത് ചെയ്തു, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, അങ്ങനെ ഫസ്തജബത്തും ലി, നിങ്ങൾ എനിക്ക് മറുപടി നൽകി, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു, എൻ്റെ ആളുകളായി തീർന്നു. ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കാൻ നിൽക്കേണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്തിനാ എന്നെ പിൻപറ്റിയത്, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോ. അല ഇജാബത്തി, എനിക്ക് ഉത്തരം തന്നതിൻ്റെ പേരിൽ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുക. മാ അനബി മുസ്രിഹിക്കും അഥവാ ബി മുഗീസിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ആളല്ല. വമാ അന്തും, ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളെ ഒരു തരത്തിൽ സഹായിക്കാൻ കഴിയില്ല. വമാ അന്തും ബി മുസ്രിഹി, നിങ്ങൾ എന്നെയും സഹായിക്കുന്ന ആളല്ല. ബി ഫത്ഹിൽ യായി, യാഇന് ഫത്ഹ് ചെയ്തുകൊണ്ട്, അപ്പം മുസ്രിഹിയ എന്ന് കസ്രിഹ, ഇനി മുസ്രിഹിയി എന്നും ആ ലുഗത്ത്, വേറൊരു ലുഗത്ത് പ്രകാരം മുസ്രിഹിയി എന്നും ഖിറാഅത്തുണ്ട്. ഇന്നി കഫർത്തു ബിമാ അശ്റക്തു മൂനി, ഇന്നി കഫർത്തു, ഞാൻ നിഷേധിച്ചു, ബിമാ അശ്റക്തു മൂനി, നിങ്ങൾ എന്നോട് പങ്കുവച്ചു, ബി ഇഷ്റാഖിക്കും ഇയ്യായ മ അല്ലാഹി, നിങ്ങൾ എന്നെയും എന്താക്കി, പങ്കുകാരനാക്കി, മ അല്ലാഹി, അള്ളാഹുവിനോടൊപ്പം. അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവിന് വഴിപ്പെട്ടു, അതോടൊപ്പം എന്നെയും വഴിപ്പെട്ടല്ലോ. ആ സംഗതിയൊക്കെ ഞാനിതാ നിഷേധിച്ച് തള്ളുകയാണ്. അമീൻ കബുലു, നിങ്ങൾ എന്നെ അള്ളാഹുവിനോട് പങ്കുവച്ചിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ്, എവിടെ വെച്ച്, ദുനിയാവിൽ വെച്ച്. അതിനെയൊക്കെ ഞാനിതാ നിഷേധിച്ച് തള്ളുന്നു. അപ്പോഴേക്കും കാലത്ത് അള്ളാഹു താല പറയുകയാണ് അതിനെ സംബന്ധിച്ച്, ഇന്നല്ലാലിമീന, ലാലിമീൻ ഇവിടെ ഉദ്ദേശിക്കുന്ന കാഫിരീങ്ങളായ ആളുകൾ, ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. മുഅ്ലമ് എന്നാണ് വായിക്കേണ്ടത്, മുഅ്ലിമ് എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ എങ്കിലും മുഅ്ലമ് എന്ന് തന്നെ വായിക്കണം എന്ന് തഫ്സീർ ജലാലീനും ചില ഭാഗങ്ങളെ ഉദ്ധരിച്ച് പറയാറുണ്ട്. അപ്പം ആ ശിക്ഷക്ക് തന്നെ എന്തുണ്ടാവുന്നുണ്ട്, വേദന ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുടെ വേദന പറയാനില്ലല്ലോ, അത്രമാത്രം വേദന അവർക്ക് ഉണ്ട്, അത്രയുള്ള ശിക്ഷ അവർക്കുണ്ട്. ഉദ്ഖിലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ പ്രവേശിപ്പിക്കപ്പെട്ടു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉദ്ഖില, അതുപോലെ തന്നെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ മാളി പ്രയോഗിച്ചത് ഉറപ്പിന് വേണ്ടിയാണ്. അപ്പം ഉദ്ഖില എന്ന് വെച്ചാൽ തീർച്ചയായും പ്രവേശിപ്പിക്കപ്പെടും. വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ എവിടെ, ജന്നാത്തിൻ, തോട്ടങ്ങളിൽ, തജ്രീമിൻ തഹ്തിഹ, അതിൻ്റെ കീഴ്ഭാഗത്തിലൂടെ ഒഴുകും, അൽ അൻഹാറു, പുഴകൾ, ആറുകൾ, ഖാലിദീന, അവർ തന്നെ ശാശ്വതരായ നിലയ്ക്ക്. ഇതിപ്പോൾ ഹാലും മുഖദ്ദറത്തായ ഹാലാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് മുഖദ്ദറത്തായ ഹാല് എന്ന്. അതായത് ഒരു സാധനം ചെയ്യുമ്പോൾ തന്നെ ഉള്ളതാണെങ്കിൽ അതിനെന്താ പറയുക, സാധാരണ ഹാൽ എന്ന് പറയുക. അപ്പം ചെയ്യുമ്പോൾ ആവാത്തതിന് നമ്മൾ മുഖദ്ദറത്തായ ഹാൽ എന്നാണ് പറയുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഇവരെ പ്രവേശിപ്പിക്കപ്പെട്ടു, അവർ തന്നെ ശാശ്വതരായ നിലയ്ക്ക് എന്ന് പറഞ്ഞു. കാരണം പ്രവേശിപ്പിക്കുമ്പോൾ അവർ ശാശ്വതരല്ലല്ലോ, അവരിങ്ങനെ ശാശ്വതരായിക്കൊണ്ടേയിരിക്കും. അതായത് പിന്നീട് വരുന്ന ഒരു സംഗതി ഹാലായിട്ട് വരുമ്പോഴാണ് ഹാലും മുഖദ്ദർ. അതായത് ഇപ്പോൾ അവരെന്താണ്, അവരെ ശാശ്വതരാണ് എന്ന് അവിടെ എന്താ സങ്കല്പിക്കുക. അപ്പോൾ ഈ പ്രവേശിപ്പിക്കപ്പെടുന്ന വേളയിലല്ലല്ലോ, കാലാകാലം അവരുണ്ട് എന്നതിനെ പരിഗണിച്ചിട്ടാണ് അവരെ ഹാലിദീന എന്ന് പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഹാലും മുഖദ്ദറ എന്ന് പറഞ്ഞത്. ഫീഹ, ആ തോട്ടങ്ങളിൽ, ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം, തഹിയ്യത്തുഹും ഫീഹ, അവർക്ക് അവിടെ വെച്ചുള്ള അഭിവാദ്യനം എന്നത്, മിനല്ലാഹി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും, മിനൽ മലായികത്തി, മലക്കുകളുടെ ഭാഗത്തു നിന്നും അവർക്ക് അവിടെ വെച്ചുള്ള അഭിവാദ്യനം. അതുപോലെ തന്നെ വഫീമ ബൈനഹും, അവർക്കിടയിൽ, സ്വർഗവാസികൾ തമ്മിൽ പരസ്പരമുള്ള അഭിവാദ്യനം എന്നൊക്കെ എന്താണ്, സലാം എന്നാണ്, സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അവരുടെ അഭിവാദ്യനം. അലം തറ, തന്ദുർ, താങ്കൾ കണ്ടില്ലേ, കൈഫ ലറബ അല്ലാഹു, അള്ളാഹു എങ്ങനെയാണ് ഉദാഹരിച്ചത് എന്ന്, മസലൻ ഒരു ഉദാഹരണത്തെ ഉദാഹരിച്ചത് എന്ന്, വയുബദലു മിൻഹു, അതിൽ നിന്നും ബദലാക്കപ്പെടുന്നതാണ്. അതായത് ഈ മസലൻ അഥവാ എന്ത്, കലിമത്തൻ ത്വയ്യിബ, അള്ളാഹു ഒരു ഉപമയെ ഉപമിച്ചു. എങ്ങനത്തെ, അഥവാ എന്തിനെ, കലിമത്തൻ ത്വയ്യിബ, ഒരു നല്ല സംസാരത്തെ അള്ളാഹു ഉപമിച്ചു. ഇവിടെ നല്ല സംസാരം എന്നുള്ള ഉദ്ദേശിക്കുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു ഉപമിച്ചതായി കണ്ടില്ലേ, എന്തിനോട്, ഷജറത്തിൻ ത്വയ്യിബ, നല്ലൊരു വൃക്ഷത്തോട്, ഹിയൻ നഖല, അതെന്താണ്, ഈന്തപ്പനയാണ്, അസ്ലുഹ, അതിൻ്റെ വേര്, സാബിത്തുൻ, അത് അസ്ലുഹ, അതിൻ്റെ വേര്, സാബിത്തും ഫിൽ അർളി, ഭൂമിയിൽ അത് സ്ഥിരപ്പെട്ടിരിക്കുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്, ഫറഉഹ, അതിൻ്റെ ശാഖ അഥവാ ഉസ്നുഹ, അതിൻ്റെ കൊമ്പ്, ഫിസമായ, ആകാശത്തിനും ഉറച്ചു നിൽക്കുകയാണ്. തുഅ്തി എന്ന് വെച്ചാൽ തുഅ്തി, അത് നൽകും, ഉക്കുലഹ, അതിൻ്റെ കായ്ഫലങ്ങളെ, സമറഹ, അതിൻ്റെ സമർ അല്ലെങ്കിൽ സുമുറഹ, അതിൻ്റെ കായ്ഫലങ്ങളെ ജമ്മാവുമ്പം അതിന് നൽകും, കുല്ലഹീൻ, സർവ്വസമയത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു തണുപ്പ് കാലം അല്ലെങ്കിൽ വേനൽക്കാലത്ത് മാത്രമല്ല, കൊല്ലം മുഴുവനും. ബിഇദ്നി റബ്ബിഹ, അതിൻ്റെ റബ്ബിൻ്റെ സമ്മതപ്രകാരം, ബിറാദി, റബ്ബിൻ്റെ ഉദ്ദേശപ്രകാരം, കദാലിക കലിമത്തുൽ ഈമാൻ, ഇങ്ങനെ തന്നെയാണ് ഈമാനിൻ്റെ വചനം, ഈ വൃക്ഷത്തെ പോലെ തന്നെയാണ്, എപ്പോഴും അതിൻ്റെ കായ്ഫലം അനുഭവിക്കാൻ കഴിയും. സാബിത്തും ഫി കൽബിൽ മൂമിനി, മൂമിൻ്റെ ഹൃദയത്തിൽ അത് ഉറച്ചതായിരിക്കും ആ ഈമാനിൻ്റെ വചനം.
അമലുഹു അവൻ്റെ അല്ലെങ്കിൽ ആ ഈമാനിൻ്റെ അമൽ, ഈമാനിൻ്റെ വചനം അങ്ങനെയും ഈമാനിൻ്റെ അമൽ അത് അത് ഉയർന്നു പോകും. ഇല സമായ ആകാശത്തിലേക്ക് ഉയർന്നു പോകും. വയനാലുഹു ബി ബറക്കത്തിഹി അവൻ അതിൻ്റെ ബറക്കത്ത് കൊണ്ട് വയനാലുഹു അവന് ബറക്കത്തഹു ഓക്കെ അവൻ അതിൻ്റെ ബറക്കത്തിനെ നേടിയെടുക്കും. സവാബ് അതിൻ്റെ പ്രതിഫലത്തെയും അതിൻ്റെ ബറക്കത്ത് എന്ന് വെച്ചാൽ അനുഗ്രഹത്തെ നേടിയെടുക്കും. കുല്ലവക്കത്ത് മുഴു സമയവും. വയലിബു യുബയ്യിനുല്ലാഹു അല്ലാഹു തആല വ്യക്തമാക്കുന്നു അൽ അംസാല ഇത്തരം ഉദാഹരണങ്ങളെ ലിന്നാസി ജനങ്ങൾക്ക് ലഅല്ലഹും യതദക്കറൂൻ അവർ ഭയഭക്തിയുള്ളവരാകാൻ വേണ്ടി അല്ലെങ്കിൽ ചിന്തിക്കുന്നവരാ ഉത്ബുദ്ധരാവാൻ വേണ്ടി യത്തഅലൂൻ അവർ ഉത്ബുദ്ധരാവാൻ വേണ്ടി ഫയുമിനൂന എന്നിട്ട് അവർ വിശ്വാസികളാവാൻ വേണ്ടി. വമസലി കലിമത്തിന് ഹബീസ ഒരു മോശം വചനത്തിൻ്റെ ഉപമ ഫീ കലിമത്തിൽ കുഫർ ഹിയ കലിമത്തിൽ കുഫർ അതായതാണ് കുഫറിൻ്റെ കലിമത്താണ്. കുഫറിൻ്റെ വചനത്തിൻ്റെ ഉപമ കശദറത്തിന് ഹബീസ ഒരു മോശം വൃക്ഷം പോലെയാണ്. ഹിയൽ ഹൻലൽ അത് ഹൻലൽ പോലെയാണ്. ആട്ടങ്ങ ഉണ്ടാകുന്ന വൃക്ഷം ഉണ്ടല്ലോ അതുപോലെയാണ്. ഇജുത്തുസത്ത് എന്ന് വെച്ചാൽ ഉസ്തുസിലത്ത് അതിനെ വേഴോടുകൂടി പിഴുതെടുക്കപ്പെട്ടു. മീൻ ഫൗക്കിൽ അർദ് ഭൂമിയുടെ മുകളിൽ. അപ്പം ഫുള്ളത് പറിച്ചെടുത്തു അതിൻ്റെ ചെടിയെ. മാലഹ അതിനില്ല മിൻ കറാർ ഒരു സ്ഥൈര്യവുമില്ല, ഒരു സ്ഥിരതയില്ല. അത് പറിച്ചെടുക്കപ്പെട്ടതല്ലേ. മുസ്തഖറും സബാത്ത് മുസ്തഖർ ഇസ്തിഖറാറും അതുപോലെ തന്നെ സബാത്ത് അതൊക്കെ സ്ഥിരത സ്ഥൈര്യം എന്നൊക്കെ അർത്ഥം. കദാലിക അപ്രകാരമാണ് കലിമത്തുൽ കുഫരി കുഫറിൻ്റെ വചനം അപ്രകാരമാണ്. ലാ സബാത്ത് ലഹ അതിനൊരു സ്ഥൈര്യവുമില്ല. വല ഫറ വല ബറക്ക അതിന് ശാഖയായിട്ടില്ല. കാരണം പിഴുതെടുക്കപ്പെട്ട ഒരു മരത്തിന് എന്ത് ശാഖയാണ്? വല ബറക്കത്ത് അതിന് എന്തൊരു അനുഗ്രഹമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് കുഫറിൻ്റെ ഈ ആട്ടങ്ങ വൃക്ഷം. അത് ആട്ടങ്ങ വൃക്ഷമോ ചെടിയൊന്നും അറിയില്ല, എന്തായാലും അത് പറിച്ച് പിഴുതെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ പോലെയാണ് കുഫറിൻ്റെ വചനം എന്നാണ് ഇവിടെ പറയുന്നത്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു അല്ലാഹു തആല വിശ്വസിച്ച ആളുകളെ വള്ളിച്ചെടിയാ അപ്പം ഫറ ഇല്ല എന്ന് പറയാൻ കാരണം വള്ളിച്ചെടിയാകുമ്പോൾ അതിന് ഫറ എന്ന് പറയില്ല, കൊമ്പ് എന്ന് പറയില്ലല്ലോ. അതാണ് സംഗതി. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു അവരെ സ്ഥിരപ്പെടുത്തുന്നു ബിൽ ഖൗലി സാബിത്തി ഒരു ഉറച്ച വചനം കൊണ്ട്. ഹിയ കലിമത്തു തൗഹീദ് അത് ഏകദൈവ വിശ്വാസത്തിൻ്റെ വചനമാണ്. ഫിൽ ഹയാത്തി ദുനിയവിയായ ജീവിതത്തിൽ അവർക്ക് അള്ളാഹു സ്ഥൈര്യം പ്രദാനം ചെയ്യുന്നു. വഫിൽ ആഖിറത്തിലും അതായത് ഫിൽ ഖബരി ഖബറിൽ എപ്പോൾ ലമ്മ യസ് അലുഹുമുൽ മലക്കാനി രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കുന്ന വേളയിൽ അൻ റബ്ബിഹിം അവരുടെ റബ്ബിനെ സംബന്ധിച്ച് വദീനിയും അവരുടെ ദീനിനെ സംബന്ധിച്ചും വനബിയും നബീനെ സംബന്ധിച്ചും അങ്ങനെ ഫൈജീബു നബി സവാബി ശരിയായ മറുപടി അവർ ഉത്തരമായിട്ട് നൽകും. കമാഫി ഹദീസ് ഷെയ്ഖൈനി ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിലുള്ളതുപോലെ. അപ്പോൾ അതൊക്കെ ഈ കലിമത്ത് തൗഹീദിൻ്റെ ആ ഒരു ബറക്കത്ത് കൊണ്ടാണ് അതൊക്കെ ഉണ്ടാകുന്നത്. വയുദില്ലുല്ലാഹു ളാലിമീന അക്രമികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പിഴപ്പിക്കും. അൽ കുഫാറ കാഫിരീങ്ങളെ ഫല യഹ്തദൂന ലിൽ ജവാബി അപ്പോൾ അവർ മാർഗദർശനം അവർക്കുണ്ടാവുകയില്ല. ലിൽ ജവാബി മറുപടി കൊടുക്കാനുള്ള ബിസവാബി ശരിയായ നിലയ്ക്ക്. ബൽ മറിച്ച് യക്കൂലൂൻ അവരെല്ലാത്തിനും മറുപടി പറയും ലാ നദിരി ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. കമാഫിൽ ഹദീസിലുള്ളതുപോലെ വയഫ്അലുല്ലാഹു മാ യശാ അള്ളാഹു ഉദ്ദേശിച്ചതിനൊക്കെ അവൻ ചെയ്യും. അലം തറ തൻദുർ താങ്കൾ കണ്ടില്ലേ ഇലല്ലദീന ഒരു കൂട്ടരെ ബദ്ദലൂ നിഅമത്തല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പകരമായിട്ട് അവർ ചെയ്തു. അതായത് ശുക്രഹ അള്ളാഹുവിൻ്റെ നന്ദി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് പകരം കൊടുക്കേണ്ടത് നന്ദിയാണ്, കൃതജ്ഞതയാണ്. ആ കൃതജ്ഞക്ക് പകരം അവരെന്തിനെയാക്കി? കുഫറിനെ അവർ നന്ദി കേടാണ് കാണിച്ചത്. കുഫറിന് നന്ദി കേട് സത്യനിഷേധം എന്നൊക്കെ അർത്ഥമുണ്ട്. ഹും കുഫാർ ഖുറൈശ് അത് ഖുറൈശിലെ കാഫിര്യങ്ങളാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് അള്ളാഹു അവർക്ക് ഈലാഫ് ഉണ്ടാക്കി കൊടുത്തു ഖുറൈശികൾക്ക് യാത്രയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ആയിട്ട്. അതുപോലെ തന്നെ ആ പരിശുദ്ധ കഅബാലയത്തെ വലിയ അനുഗ്രഹമായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ വേറെ സ്ഥലത്തുണ്ട് ജഅലല്ലാഹു ലക്കും ഖിയാമൻ വർസുഖുഹും ഫീഹ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനൊരു നിലനിൽപ്പായി മക്കക്കാരുടെ അല്ലെങ്കിൽ ഖുറൈശികളുടെ ഒരു നിലനിൽപ്പായിട്ടാണ് പരിശുദ്ധ കഅബാലയത്തെ സംവിധാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ ശുക്രൻ്റെ സ്ഥാനത്ത് അവർ കുഫറാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വഹല്ലു അങ്ങനെ വഹല്ലു എന്ന് വെച്ചാൽ അൻസലു കൗമഹും അവരുടെ കൗമിനെ ഇറക്കി ബി ഇദ്ലാലിഹിം ഇയ്യാഹും ഈ ഖുറൈശികൾ പിഴപ്പിക്കൽ കൊണ്ട് ഇയ്യാഹും അവരുടെ കൗമിനെ പിഴപ്പിക്കൽ കൊണ്ട് എവിടെ ദാറൽ ബവാറിൻ്റെ ഭവനത്തിലിറക്കി. ബവാർ എന്ന് വെച്ചാൽ അൽ ഹലാക്ക് നാശത്തിൻ്റെ ഭവനം അഥവാ ജഹന്നമിലിറക്കി. ഇതിപ്പോൾ അത്ഫു ബയാനാണ്. അപ്പം അതായത് എന്നൊക്കെ അർത്ഥം വരും. അപ്പം ദാറൽ ബവാർ എന്ന് വെച്ചാൽ ജഹന്നമിലാക്കി, അതായത് അവരുടെ പാരത്രിക ജീവിതം ജഹന്നം എന്ന നരകത്തിൽ ഈ ഖുറൈശികൾ ആക്കിക്കളഞ്ഞു. യസ്ലൗനഹ അവരതിൽ പ്രവേശിക്കും. യദ്ഖുലൂന അതിൽ പ്രവേശിക്കും അവർ. ബിഇസൽ ഖറാർ അത് എത്ര മോശം സ്ഥിര സങ്കേതം.
അൽ മുഖർ ഹിയ അല്ലെ, അൽ മുഖർ എന്ന് വെച്ചാൽ ഖറാറിൻ്റെ അർത്ഥമാണ് സ്ഥിരസങ്കേതം. ഹിയ പ്രത്യേകിച്ച് അല്ല, അപ്പോൾ ഈ ബിഇസൽ ഖറാർ എന്ന് വെച്ചാൽ സ്ഥിരസങ്കേതത്തിൻ്റെ വർഗം തന്നെ എത്ര മോശം, പ്രത്യേകിച്ച് ആ ജഹന്നം എന്ന സ്ഥിരസങ്കേതം. വജഅലൂ ലില്ലാഹി, അവർ അള്ളാഹുവിന് വച്ചു അന്താദൻ പകരക്കാരെ, ശുറക്കാ കൂറുകാരെ, എന്താണ് ലിയുദില്ലു അവരെ പിഴപ്പിക്കാൻ വേണ്ടി, ബി ഫത്ഹിൽ യാഇ വ ദമ്മിഹ, നമ്മുടെയൊക്കെ ലിയുദില്ലു എന്നാണ് ഖിറാഅത്ത്, ലിയുദില്ലു എന്നുണ്ട്, അവർ പിഴയ്ക്കാൻ വേണ്ടി അല്ലെ അവർ പിഴപ്പിക്കാൻ വേണ്ടി, അൻ സബീലിഹി അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് പിഴപ്പിക്കാൻ വേണ്ടി ആളുകളെ, മഫൂല് കളഞ്ഞാണ്, ദീനിൽ ഇസ്ലാം വിശുദ്ധ ഇസ്ലാം ദീനിൽ നിന്നും. കുല്ലഹും നബിയെ അവരോട് പറയുക, തമത്തഉ ബി ദുനിയാക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ആ ദുനിയാവ് കൊണ്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് എന്തോ സുഖിച്ചോ ആസ്വദിച്ചോ, ഫ ഇന്ന മസീറക്കും മർജിഅക്കും ഇലന്നാർ, തീർച്ചയായും നിങ്ങളുടെ മടക്കം നരകത്തിലേക്കാണ്. കുല്ലി ഇബാദി, നബി അങ്ങ് പറയുക, ലി ഇബാദി എൻ്റെ അടിമകളോട്, എങ്ങനെയുള്ള അടിമകളാണ്, അല്ലദീന ആമനു അവർ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ, അവരോട് പറയണം എന്ത്, യുഖീമുസ്സലാത്ത വയുൻഫിഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയതൻ മിൻ ഖബ്ലി അയ്യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ എന്ന് പറയണം. അപ്പം എന്ത് പറയണം എന്ന് പറഞ്ഞിട്ടില്ല, പറയണം, അങ്ങനെ എന്തോ സംഗതി പറയും. അപ്പം പറയുമ്പോൾ അവരെന്ത് ചെയ്യും, യുഖീമുസ്സലാ, അവർ നിസ്കാരത്തിൽ നിറവേറ്റും. അപ്പം എന്ത് മനസ്സിലായി, ഈ ഇഖാമസ്സലാത്ത് കൊണ്ടും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കണം എന്നൊക്കെ അവരോട് താങ്കൾ പറയണം നബിയെ. അങ്ങനെയാകുമ്പോൾ അവരെന്ത് ചെയ്യും, യുഖീമുസ്സലാത്ത്, നിസ്കാരത്തെ കൃത്യമായി മുറയായി അവരെന്ത് ചെയ്യും, നിർവഹിക്കും. യുൻഫിഖൂ മിമ്മാ റസഖനാഹും, നാം അവർക്ക് നൽകിയിരുന്ന അവർ ചെലവഴിക്കും, സിർറൻ വഅലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും, മിൻ ഖബൽ മുമ്പായിട്ട്, എന്തിനു മുമ്പായിട്ട്, അയ്യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പായിട്ട് അവരതിനെ ചെലവഴിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനത്തെ ദിവസമാണ്, ലാ ബൈ ഇല്ല, ബൈ എന്ന് വെച്ചാൽ കച്ചവടമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഫിദാ എന്നാണ്. അതായത് ഒരു കുറ്റം ചെയ്താൽ അതിനെ മോചനദ്രവ്യമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ദണ്ഡം കൊടുക്കുക, മോചനദ്രവ്യം കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഒരു മോചനദ്രവ്യവും സ്വീകരിക്കപ്പെടാത്ത ദിവസം, ആ ദിവസത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല, ഇല്ല. അതുപോലെ തന്നെ വലാ ഹിലാൽ, ഹിലാൽ എന്ന് വെച്ചാൽ മഹാല്ലത്തുൻ, അഥവാ സൗഹൃദങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് സ്വദാഖത്തുൻ, ഒരു കൂട്ടുകെട്ടൊന്നും ഉണ്ടാവില്ല. തംഫ, ഉപകാരപ്രദമാവുന്ന ഒരു കൂട്ടുകെട്ടും അന്നത്തെ ദിവസം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കൂട്ടുകെട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോചനദ്രവ്യം സ്വീകരിക്കുന്ന അവസ്ഥകളോ ഒന്നും ഇല്ലാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായിട്ട് അവർക്ക് നാം നൽകിയതൊന്നും രഹസ്യപരസ്യമായിട്ട് അവർ ചെലവഴിക്കാൻ വേണ്ടി. ഹുവ യൗമുൽ ഖിയാമ, അത് അന്ത്യദിനമാണ്. അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാണ്, ഖലഖസ്സമാവാതി വൽ അർള, വാനഭൂവനങ്ങൾ അവൻ സൃഷ്ടിച്ചു. വ അൻസല മിനസ്സമായി, ആകാശത്തുനിന്ന് അവൻ ഇറക്കി, വെള്ളത്തെ, ജലത്തെ, ഫ അഖ്റജ ബിഹി മിനസ്സമറാത്ത്, എന്നിട്ട് ആ ജലം ഉപയോഗിച്ച് അള്ളാഹു പുറപ്പെടുവിച്ചു. മിനസ്സമറാത്ത്, അപ്പം എല്ലാ കായ്കനികളല്ല, കുറേ കായ്കനികളെയൊക്കെ അള്ളാഹു പുറപ്പെടുവിച്ചു. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ഒരു ഭക്ഷണമായിട്ട്, നിങ്ങൾക്കുള്ള അവശ്യ വസ്തുവായിട്ട്. വസഖറ ലക്കുമുൽ ഫുൽക, കപ്പലുകളെ അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അങ്ങനെയുള്ളവനാണ് അള്ളാഹു. അഥവാ അസുഫിന, സഫീനത്തിൻ്റെ ജമ്മാണ് അസുഫിന, കപ്പലുകളെ. എങ്ങനത്തെ കപ്പലുകളാണ്, തജ്രീമിൻ അല്ല ലി തജ്രിയ ഫിൽ ബഹർ, അത് എന്തിനു വേണ്ടിയാണ്, അങ്ങനെ ആ വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ കപ്പൽ ഓടുകയുള്ളൂ, വെള്ളം ഉണ്ടെങ്കിലേ ഉള്ളൂ ഭൂമി കൃഷികൾ അല്ലെങ്കിൽ കായികനികളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിലൂടെ എന്തിനാണ് ലി തജ്രിയ ഫിൽ ബഹർ, ആ വെള്ളം അത് സമുദ്രമായി രൂപാന്തരപ്പെടാനും സമുദ്രത്തിലൂടെ ആ കപ്പലുകൾ സഞ്ചരിക്കാനും വേണ്ടി. ബിർ റുക്കൂബി വൽ ഹംലി, ഒന്നുകിൽ നിങ്ങൾ തന്നെ റുക്കൂബ്, നിങ്ങൾ ആ കപ്പലിൽ കയറിക്കൊണ്ട്, വൽ ഹംലി അല്ലെങ്കിൽ നിങ്ങളുടെ ചരക്കുകളൊക്കെ ആ കപ്പലിൽ കയറ്റി ലിഫ്റ്റ് ചെയ്യൽ കൊണ്ട് അതിനെ ഓരോ സ്ഥലത്തേക്ക് ഇറക്കാനും മറ്റു കയറ്റുമതി ചെയ്യാനും ഇറക്കുമതിയൊക്കെ ചെയ്യാനും. ബി അബ്ദി എന്ന് വെച്ചാൽ ബി ഇതിനി അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം. വസഖറ ലക്കുമുൽ അൻഹാർ, അവർ എന്താണ് പുഴകളും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വസഖറ ലക്കും ശംസ വൽ ഖമറ ദാഇബൈനി, അവൻ നിങ്ങൾക്ക് സൂര്യചന്ദ്രാദികളെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ദാഇറൈനി എന്ന് വെച്ചാൽ ദാറ, കറങ്ങുന്ന, സഞ്ചരിക്കുന്നതായ, അഥവാ ഇവിടെ കൊടുത്തിരിക്കുന്ന ജാരിയൻ, ഇങ്ങനെ ഒഴുകി നടക്കുക. അതായത് ഓരോന്നിനും നിശ്ചയിച്ചതായ ഓർബിറ്റുകൾ ഉണ്ടാവും, പരിക്രമണ പദങ്ങളുണ്ടാവും, ഭ്രമണപഥങ്ങളുണ്ടാവും. അതിലൂടെ സഞ്ചരിക്കുന്ന സൂര്യചന്ദ്രാദികളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. സഹറ, കീഴ്പ്പെടുത്തി തരിക. ഫി ഫലകിഹിമ, അവകളുടെ ഓർബിറ്റിൽ. ലാ ഫത്തറത്ത് എന്ന് പറയുമല്ലോ, ലാ യഫ്തുറാനി എന്ന് വെച്ചാൽ അവ എന്തായാലും ഒഴിവായി പോവുകയില്ല. അപ്പോൾ ആ കറക്കം ഒരിക്കലും നിലക്കില്ല. അപ്പോൾ അന്ത്യദിനം വരെ ഇങ്ങനെ നിലയ്ക്കാത്ത രൂപത്തിൽ, ഫത്രത്തിൻ്റെ കാലഘട്ടം എന്നൊക്കെ പറയില്ല, വഹീ നിലച്ച കാലഘട്ടം അർത്ഥത്തിൽ. വസഖറ ലക്കുമുൽ ലൈല, നിങ്ങൾക്ക് രാത്രി അവൻ കീഴ്പ്പെടുത്തി. ഉണ്ട്,
ഫതറക്ക് ക്ഷീണിക്കുക, അതിവിടെ വെച്ചാൽ മതിയല്ലോ അല്ലേ. ക്ഷീണിക്കുക, അതായത് ക്ഷീണിക്കുക, അല്ലെങ്കിൽ ക്ഷീണത്തിൻ്റെ പേരിൽ നിന്ന് പോകുക, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവാതിരിക്കുക. ഫത്തറത്ത് അങ്ങനെ പറയും. വസഖറലക്കുമുല്ലയില, അവൻ രാത്രിയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതസ്കുനു ഫീഹി, നിങ്ങൾ അതിൽ ശാന്തരാവാൻ വേണ്ടി, അതായത് പകലന്തിയോളം പണിയെടുത്തിട്ട് അന്തിയാകുമ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ആ രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നു. വന്നഹാറ, പകലിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതബ്തഗൂ ഫീഹി, നിങ്ങൾ അതിൽ തേടാൻ വേണ്ടി. മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് പണിയെടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമായ മഈശത്ത് കണ്ടെത്താൻ വേണ്ടി. വ ആതാക്കും മിൻ കുല്ലി മാ സഅൽതുമു, അവൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിരിക്കുന്നു. മിൻ കുല്ലി, എല്ലാത്തിനെയും, എല്ലാത്തിനെയും, ഒന്നെന്ന് വെച്ചാൽ സഅൽതുമുഹു, നിങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു, ആവശ്യപ്പെട്ടിരിക്കുന്നു. അലാ ഹസബി മസാലിഹിക്കും, നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ, അഥവാ നിങ്ങളുടെ മസ്ലഹത്തുകൾ, നിങ്ങൾക്കുള്ള നന്മകൾ, ദുനിയായ ജീവിതത്തിലുള്ള അതിനനുസൃതമായിട്ട് നിങ്ങൾ എന്തെല്ലാമാണോ, ഭാര്യ വേണം, അല്ലെങ്കിൽ ഭവനം വേണം, വാഹനം വേണം, അതൊക്കെ ചോദിക്കുന്നു. അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്തിരിക്കുന്നു. വഇൻ തഅദൂ നിഅമത്തല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എങ്ങാനും എണ്ണിയാൽ, ബിമാന ഇൻആമിഹി, ഇപ്പം നിഅമത്ത് എന്നുള്ളത് ഇൻആമിൻ്റെ അർത്ഥത്തിലാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം, ഇൻആമ് എന്നുള്ളത് മസ്തറാണ്, നിഅമത്ത് എന്നുള്ളത് ആ മുൻആമു ബിഹിയാണ്, ഏതുകൊണ്ടാണോ അനുഗ്രഹിക്കപ്പെടുന്നത് അതാണ്. അപ്പം നിഅമത്ത് തന്നെ എന്തുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതല്ല പറയുന്നത്, ഇൻആമ് എന്ന അർത്ഥത്തിലാണ്. അള്ളാഹു അനുഗ്രഹം ചെയ്ത് തന്നത് എത്ര ഉണ്ടെന്ന് നോക്കിയാലും എന്താവൂല, ലാ തുഹ്സുഹ, നിങ്ങൾക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. ലാ തുതീഖു അദ്ദഹ, അതിനെ എണ്ണൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇന്നൽ ഇൻസാന, നിശ്ചയം മനുഷ്യൻ, വെറും മനുഷ്യനല്ല പറയുന്നത്, എല്ലാ മനുഷ്യനും മോശം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അൽ കാഫിറ, കാഫിറായ മനുഷ്യൻ, ല വലൂമുൻ, വല്ലാതെ അക്രമം പ്രവർത്തിക്കുന്നവനാണ്, കഫാർ, പെരും സത്യനിഷേധിയാണ്, അതാവ് കസീറുൽ ദുൽമി, വലൂം എന്ന് വെച്ചാൽ കസീറുൽ ദുൽമി, ദുൽമ അനുകരിച്ചവനാണ്, ലിനഫ്സിഹി, സ്വന്തത്തോട് തന്നെ. കാരണം എന്താണ് സ്വന്തത്തോടെന്ന് പറയുക, കാരണം അവൻ്റെ ദുൽമിൻ്റെ പരിണിത ഫലം അവനെതിരെ തന്നെയായിരിക്കും. ബിൽ മഅസിയതി, പാപങ്ങൾ ചെയ്യൽ കൊണ്ടും, വൽ കുഫ്രി, സത്യനിഷേധം കൊണ്ടോ, ലി നിഅമത്തി റബ്ബി, നിഷേധിക്കൽ കൊണ്ട്, തൻ്റെ റബ്ബിൻ്റെ നിഅമത്തിനെ നിഷേധിക്കുന്നതുകൊണ്ടാണല്ലോ ആളുകൾ കാഫിറായി പോകുന്നത്. വദ്കുർ, അങ്ങ് ഓർക്കണം, ഇത് കാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, റബ്ബേ ഇജ്അൽ ഹാദൽ ബലദ, ഈ നാടിനെ നീ ആക്കണേ, മക്കത്ത് അഥവാ മക്കയെ നീ ആക്കണേ, ആമിനെ നിർഭയ സ്ഥലമാക്കണേ, അതാ അമ്നുള്ള നിർഭയത്വമുള്ള നാടാക്കണേ. വഖദ് അജാബ അല്ലാഹു ദുആഅഹു, അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ദുആഇന് ഇജാബത്ത് നൽകി, മറുപടി നൽകി. അങ്ങനെ ഫജഅലഹു ഹറമ, അല്ലാഹു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മക്കയെ എന്താക്കി, ഹറമൻ, ഒരു പരിശുദ്ധ സ്ഥലമാക്കി. ലാ യുസ്ഫഖു ഫീഹി ദമു ഇൻസാനിൻ, ഒരു മനുഷ്യൻ്റെയും രക്തം ചിന്തപ്പെടാത്ത, അല്ലെങ്കിൽ ചിന്തപ്പെടൽ അനുവദനീയമല്ലാത്ത ഒരു സ്ഥലമാക്കി അതിനെ. വലാ യുദ്ലമു ഫീഹി അഹദുൻ, ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ലാത്തൊരു സ്ഥലമാക്കി. വലാ യുസാദു, അപ്പം ആക്രമിക്കപ്പെടലൊക്കെ ഉണ്ടാവും, പക്ഷേ എന്താണ്, മതകീയമായി നോക്കുമ്പോൾ ആ വീക്ഷണത്തിൽ, അല്ലെങ്കിൽ ജാഹിലിയം വിശ്വാസം അനുസരിച്ചിട്ടാണെങ്കിലും അവിടെ യാതൊരു തരത്തിലുള്ള അക്രമങ്ങളും അനുവദിക്കപ്പെടില്ല എന്നാണ്. വല യുസാദു സൈദുഹു, അവിടുത്തെ വേട്ടമൃഗങ്ങളെ വേട്ടയാടപ്പെടാത്ത ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കി. വല യുഖ്തല്ലു ഹലാഹു, അവിടുത്തെ ഹലയായിട്ടുള്ള സ്ഥലങ്ങൾ, അഥവാ ഹാലിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഹല ആണ് ഉദ്ദേശിച്ചത്. വലാ യുഖ്തല എന്നാണ്, വലാ യുഖ്തല ഹലാഹു, അവിടുത്തെ പച്ചപ്പുല്ലുകളൊന്നും പറിക്കാൻ പാടില്ല. അപ്പോൾ വിക്കീന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഉണക്കപ്പുല്ല് പറിക്കാൻ പറ്റും, പച്ചയാണ് പറിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മരങ്ങൾ പറിക്കാൻ പാടില്ല, പറ്റാത്ത കായികനികൾ പറിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ കൃത്യം പറയുന്നുണ്ട്. വജുനുബിനി എന്ന് വെച്ചാൽ ഇതിനി, എന്നെ നീ വിദൂരസ്ഥനാക്കണേ, അതായത് വബനിയ, എന്തിനെ തൊട്ട് വിദൂരത്തണം പറയുന്നുണ്ട്, വബനിയ, എൻ്റെ മക്കളെയും എൻ്റെ സന്താനങ്ങളെയും വിദൂരത്തിലാക്കണേ. അബുദൽ അസ്നാമ, വിഗ്രഹാരാധനയെ തൊട്ട്, വിഗ്രഹങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങളെ നീ വിദൂരത്താക്കണേ. റബ്ബെ ഇന്നഹുന്നായിൽ അസ്നാമ, ഈ വിഗ്രഹങ്ങൾ അല്ലന്നെ കതീറം മിനന്നാസ്, ജനങ്ങളിൽ ഏറിയ പക്ഷത്തെയും പിഴപ്പിച്ചിട്ടുണ്ട്. ഇബാദത്തിഹിം, ജനങ്ങളിൽ ഏറിയ പക്ഷവും ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട്, ഇബാദത്ത് ചെയ്യുന്ന കാരണത്താൽ, ലഹായി വിഗ്രഹങ്ങളെ, ഫമൻ തബ്തഗി അല്ലേ, ഫമൻ തബിയനി എന്നാണ്. ഓക്കെ, ഫമൻ തബിയനി അല തൗഹീദി, ഈ ഏകദൈവ വിശ്വാസത്തിൽ ആരെങ്കിലും എന്നെ പിൻപറ്റിയാൽ, ഫഇന്നഹു മിന്നി, അവൻ എന്നിൽ നിന്നുള്ളവനാണ്, അഥവാ മിൻ അഹ്ലി ദീനി, എൻ്റെ ദീനിൻ്റെ ആളുകൾപ്പെട്ടവനാണ്. ഒമൻ അസാനി, ആരെങ്കിലും എനിക്ക് എതിര് പ്രവർത്തിച്ചാൽ, ഫഇന്നക ഗഫൂറുർ റഹീം, നീ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനാണല്ലോ. ഹാദാ ഖബല ഇൽമിഹി അന്നഹു തആല ലാ യഗ്ഫിറു ശിർക, ഇത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു ഷിർക്കിനെ പൊറുക്കുകയില്ല എന്ന യാഥാർത്ഥ്യത മനസ്സിലാക്കുന്നതിന് മുമ്പ് ദ്വാരുന്നതാണ്. അല്ലാതെ ഇന്ന ഷിർക്കല ദുൽമുൻ അദീം, ഷിർക്ക് വളരെ വലിയ പാപമാണെന്നാണ്. അതുപോലെ തന്നെ ഇന്നല്ലാഹ ലാ എന്താണ്
ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക, ശിർക്ക് ഒഴികെയുള്ള ബാക്കി മുഴുവൻ പാപങ്ങളും അള്ളാഹു പൊറുക്കുന്നൊക്കെ ഉണ്ട്. ആ വസ്തുത ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രാർത്ഥന നടത്തിയത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ പിതാവിനും ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതും ബഹുമാനപ്പെട്ട ഫലമാ തബയ്യന ലഹു അന്നഹു അദുവുലില്ലാഹി തബറഅ മിൻഹു, അദ്ദേഹം ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്നീട് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടപ്പോൾ പിന്മാറിയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കുറച്ച് കൂടുതൽ ലൂത്ത് നബിയുടെ വിഷയത്തിലാണെങ്കിലും അതുപോലെ തന്നെ ആളുകൾ വന്നാൽ അവർക്ക് സൽക്കരിക്കുന്ന വിഷയത്തിലാണെല്ലാം കുറച്ച് കൂടുതൽ ആളുകൾക്ക് അനുകമ്പുള്ള ആളായിരുന്നു ആളുകളോട്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നി അസ്കന്തു മിൻ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും ഞാൻ പാർപ്പിച്ചിട്ടുണ്ട്. അഥവാ മിൻ തബീദിൻ്റെ മിനാണ്, അതാണ് പറഞ്ഞത്. ഐ ബാലഹ, എൻ്റെ സന്താനങ്ങൾ രണ്ടാൾക്കാരുണ്ട്, ഇസ്മായിൽ ഇസ്ഹാഖ്. പക്ഷേ അതിൽ ബാലു എന്ന് വെച്ചാൽ ബഹു ഇസ്മായിൽ മാ ഉമ്മിഹി, അവൻ്റെ ഉമ്മയായ ഹാജർ റളിയല്ലാഹു അൻഹയോടൊപ്പം തൻ്റെ ഒരു മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ഞാൻ പാർപ്പിച്ചിട്ടുണ്ട്. ബി വാദിൻ, ഒരു മലഞ്ചെരുവിൽ, താഴ്വരയിൽ ഒരു രീതിയിൽ കൃഷിയൊന്നും ഉള്ളതല്ലാത്ത, കൃഷിയില്ലാത്ത, ഹുവ മക്കയാണ്. ഇന്ത ബൈത്തിക, നിൻ്റെ പരിശുദ്ധ ഗേഹത്തിൻ്റെ അടുക്കൽ, അൽ മുഹറമീ, പരിപാവനമായ പവിത്രമായ, അല്ലതി, എങ്ങനെയുള്ള, കാന കബല തൂഫാൻ, ഈ തൂഫാനിൻ്റെ മുമ്പ്. പിന്നീട് ഒരു ജലപ്രളയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് ബൈത്തുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നീടും ഇവരും തീതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും പണിതിട്ടുണ്ട്. അപ്പോൾ അവിടെ സംശയം വരും, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും കൂടെ പണിതത്. അപ്പോൾ ഈ ജലപ്രളയം ഉണ്ടായതിന് ശേഷമാണ്, ഇതിപ്പോൾ ജലപ്രളയം ഉണ്ടാകുന്നതിന് മുമ്പാണ്. റബ്ബന ലിയുഖീമുസ്സലാ, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, എന്തിനാണ് ഇങ്ങനെ ഇവനെ ഞാൻ ഇതാക്കി. അപ്പോൾ ഇടക്ക് പറയാണ് റബ്ബന ഇന്നി, ഞാൻ പാർപ്പിച്ചു. പിന്നെ പറയാണ് റബ്ബന, എന്തിനാണ് ഇങ്ങനെ പാർപ്പിച്ചത്? ലിയുഖീമുസ്സല, എൻ്റെ ആ സന്താനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ നിസ്കാരം നിലനിർത്താൻ വേണ്ടി. ഫജാൽ അഫ്ഇദ, അതുകൊണ്ട് തന്നെ ഹൃദയങ്ങളാക്കണേ, കുലൂബൻ, ഹൃദയങ്ങളെ, മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള, അഥവാ ജനഹൃദയങ്ങളെ ആക്കണേ. തഹ്വീന്ന് വെച്ചാൽ തമീലു, ചെരിയുന്ന, ചായ്വുള്ളതാക്കണേ. വ തഹിന്നൂന്നാവും, ഹന്ന യഹിന്നു എന്ന് വെച്ചാൽ അലിവുള്ളതെന്നൊക്കെ അർത്ഥം. ഇലൈഹി, ഇവരിനോടെന്ന് വെച്ചാൽ എൻ്റെ സന്താനങ്ങളോട് അഴിവുള്ളതാക്കണേ ജനഹൃദയങ്ങളെ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലൗ കാല അഫ്ഇദത്തന്നാസ്, എന്തുകൊണ്ട് അഫ്ഇദത്തൻ മിനന്നാസ് എന്ന് പറഞ്ഞത്? അത് അഫ്ഇദത്തന്നാസി എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ലഹന്നത്ത് ഇലൈഹി ഫാരിസു വറൂമു വന്നാസ് കുല്ലുഹും, എന്താകുമായിരുന്നു? ചായ്വുണ്ടാകുമായിരുന്നു. റോമക്കാർക്കും അതുപോലെ തന്നെ പേർഷ്യക്കാർക്കും അതുപോലെ എല്ലാ ആളുകൾക്കും ഇവരോട് ചായ്വുണ്ടായിരുന്നു. ആ ഒരവസ്ഥ വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിച്ചില്ലാന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഫജൽ അഫ്ഇദത്തൻ മിനന്നാസ്, ആ മിന്ന് വന്നുകൊണ്ട് എല്ലാവർക്കും ചായ്വുണ്ടായില്ല. മിന്ന് തബീദിനാണല്ലോ. അപ്പം മിന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എല്ലാവർക്കും ഇവരോട് ചായ്വ് വന്നേനെ മാനസികമായിട്ട്. വർസുഖുഹും മിന സമറാത്തി, പഠിച്ചവനഞ്ഞി അവരെ ഭക്ഷിപ്പിക്കണേ, അവർക്ക് നൽകണേ. മിന സമറാത്തി, കായികനികളിൽ നിന്നും ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവരാക്കാൻ വേണ്ടി. വഖദ് ഫുഇല ബി, എന്താണ് നഫ്സീന ബിനഖലി ത്വായിഫി ഇലൈഹി. വഖദ് ഫുഇല, അത് പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത് നടപ്പിലായിട്ടുണ്ട് എന്ന്. ബിനഖലി ത്വായിഫി ഇലൈഹി, അങ്ങനെയാവും. ബിനഖലി ത്വായിഫി ഇലൈഹി, ഒരു സംഘം അങ്ങോട്ടേക്ക് നീങ്ങി, ജുർഹു ഗോത്രക്കാരൊക്കെ അങ്ങോട്ട് നീങ്ങി. പിന്നെ മക്കയിലേക്ക് ആ സമയത്ത് പല ഭാഗങ്ങളിൽ നിന്നും പഴവർഗ്ഗങ്ങളൊക്കെ എത്തിയിരുന്നു എന്നൊക്കെയുണ്ട് ഹദീസിൽ. നമ്മുടെ സൂറത്തുൽ ബക്കറയുടെ തുടക്ക ഭാഗത്തിലുണ്ട്. ഇതേപോലെ തന്നെ ഒരു ആയത്ത് സൂറത്തുൽ ബക്കറയിലുണ്ട്. അവിടെ റബ്ബന ഇന്നി നമ്മൾ നേരത്തെ പറഞ്ഞ വജുനുബിനി എന്നതിന് സ്ഥാനത്ത് അവിടെ റബ്ബിജൽ ഹാദൽ ബലദാന്നുണ്ട്. ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു എന്നതിന് തഫ്സീറിലായിട്ട് ആ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. റബ്ബന, ഞങ്ങളെ റബ്ബെ, ഇന്നക തഅലമു, നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ, മാ നുഖ്ഫി, ഞങ്ങൾ രഹസ്യമാക്കി വെച്ചതിനെ, നുസിറു, ഞങ്ങൾ സിറാക്കി വെച്ചതിന്, വമാ നിഅലിനി, ഞങ്ങൾ പരസ്യമാക്കി വെച്ചതിനെയും ചെയ്തതിനെ, വമാ യഖ്ഫാ അലല്ലാഹി മിൻ സായിദ ഷൈ, അപ്പം മിൻ സായിദയാണ്. അപ്പം ഒരു സാധനവും അള്ളാഹുവിന് അവ്യക്തമല്ല, ഫിൽ അർളി, ഭൂമിയിലും, വലാ ഫി സമായി, ആകാശത്തിലും. യഹ്തമിലു അൻ യകൂന മിൻ കലാമിഹി തആല, ഇതിപ്പം ഈ വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇ എന്ന് പറഞ്ഞത് അത് ഒന്നുകിൽ അള്ളാഹുവിൻ്റെ സംസാരത്തിൽ പെട്ടതാവാനും സാധ്യതയുണ്ട്, ഓ കലാമി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംസാരത്തിൽ പെട്ടതാവാനും സാധ്യതയുണ്ട്. അൽഹംദുലില്ലാഹി ഇല്ലദീ വഹബലി
അഅ്താനി എനിക്ക് നൽകിയ അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അലാന്ന് വെച്ചാൽ മഅയുടെ അർത്ഥത്തിലാണ്. അൽ കിബരി വാർദ്ധക്യമായ ഈ ഒരു അവസ്ഥയിലും എനിക്ക് നൽകിയ ആരെ? ഇസ്മായിലിന് ഉലിത ജനിച്ച ഇസ്മായിൽ. വലഹു തിസ്ഉൻ വതിസ്ഊന സന. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 99 വയസ്സുണ്ടായിരിക്കുകയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് നൽകിയത്. ആ പ്രായത്തിന് എനിക്ക് നൽകിയ അള്ളാഹുവിന് സർവ്വസ്തുതിയും. ഇസ്ഹാക്കിനെയും നൽകി. ഉലിത ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിച്ചത് വലഹു മിഅത്തും വസ്ന അശറത സന. അദ്ദേഹത്തിന് 120 വയസ്സ് ഉണ്ടാകുമ്പോഴായിരുന്നു. 112 വയസ്സുണ്ടാകുമ്പോഴായിരുന്നു. ഇന്ന റബ്ബി, എൻ്റെ റബ്ബ് ലസമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. റബ്ബി ജഅൽനി, എൻ്റെ റബ്ബേ നീ എന്നെ ആക്കണേ, മുഖീമസ്സലാ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ. ഇജ്അൽ മിൻ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്നും. വജ്അൽ മിൻ ദുരിയത്തി എന്നാണ്. വജ്അൽ മിൻ ദുരിയത്തി, അപ്പം എൻ്റെ സന്താനങ്ങളിൽ നിന്നും. അപ്പം ഇവിടുത്തെ ഈ മിന്ന് മയ്യുക്കീമുഹ എന്നാണ്. മയ്യുക്കീമുഹ നിസ്കാരത്തെ നിലനിർത്തുന്നവരാക്കണേ. അപ്പം എന്നെ മുക്കീമുസ്സലാത്താക്കണം, എൻ്റെ സന്താനങ്ങളിൽ നിന്നും എന്തിനെ ആക്കണേ? മയ്യുക്കീമുഹ നിസ്കാരത്തെ നിലനിർത്തുന്ന ആളുകളുണ്ടാക്കണേ. എന്നിട്ട് ഇവിടെ എന്തിനാണ് മിന്നിനെ കൊണ്ടുവന്ന്? ഉത്തിയ ബിമിൻ അല്ലെങ്കിൽ വാത്താ ബിമിൻ. അള്ളാഹു മിന്നിനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ വേണ്ട, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ മിന്നിനെ കൊണ്ടുവന്നു. അത് ലീലാമില്ലാഹി തആല ലഹു, അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹ് കൊണ്ടുവന്നത്. അന്ന മിൻഹും അറിയിച്ചു കൊടുത്തത് കാരണത്താൽ അന്ന മിൻഹും കുഫാറ, കാഫിര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് കൊണ്ടുവന്നത് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്ത എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മക്കളിൽ നിന്നും കാഫിര്യങ്ങളായ ആളുകളുണ്ട്. ഇപ്പം ജൂതന്മാരൊക്കെ അതാണല്ലോ. അപ്പം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മിൻ എന്ന് കൊടുത്തത്, മിൻ ദുരിയത്തി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞത്. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വതഖബ്ബൽ ദുആ, നീ പ്രാർത്ഥന സ്വീകരിക്കണേ. അൽ മദ്കൂർ, പറയപ്പെട്ട പ്രാർത്ഥന. റബ്ബന ഗഫിർലി, റബ്ബേ എനിക്ക് നീ, ഞങ്ങളുടെ റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. അതുപോലെ തന്നെ വലിവാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. ഹാദാ ഖബല അൻ യതബയ്യന ലഹു ഉദ്വാനിഹിമാ ലില്ലാഹി, ഇത് ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യപ്പെടുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രാർത്ഥന നടത്തിയത്. അദാവത്തുഹുമ എന്നാണല്ലേ. അദാവത്തുഹുമ ലില്ലാഹി, ആ മാതാപിതാക്കൾ രണ്ടാളുകൾക്കും അള്ളാഹുവിനോടുള്ള ശത്രുത അദ്ദേഹത്തിന് മനസ്സിലാവുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന നടത്തിയത്. വജല്ല എന്നാണ് അല്ലേ. ഓക്കെ. വക്കീല, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, അസ്ലമത്ത് ഉമ്മുഹു, ഉമ്മ മുസ്ലിമായി. അപ്പം വക്കുരിയ, അതിൻ്റെ പേരിൽ ഇങ്ങനെ ഓതുകയും ചെയ്തിട്ടുണ്ട്, വാലിദീന്ന്. അപ്പം റബ്ബന ഗഫിർലി വലിവാലിദയ്യ എന്നാണ് നമ്മുടെ ഖിറാത്ത്. അപ്പോൾ കുരി ആന്നുണ്ടപ്പം 7 ഖിറാത്ത് അല്ലാതെ സബ് ഖിറാത്തിൻ്റെ പുറമേ ഉള്ളതെന്നാണ്. കുരിയ മജ്ഹൂലായിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെയായിരിക്കും ചില അലിനിയുടെ ഉദ്ദേശം. അപ്പോൾ കുരിയ ഇങ്ങനെ ഒരു ഖിറാത്തുണ്ട്, വാലിദീന്ന് മുഫ്രദൻ ഏകവചനമായിട്ട്. വലദി അല്ലേ, അപ്പം അങ്ങനെയായിരിക്കും അല്ലേ. റബ്ബന ഗഫിർലി വലിവാലിദി വലദീന്ന് അങ്ങനെയായിരിക്കും. അപ്പം വലതി എന്ന് വെച്ചാൽ എൻ്റെ സന്താനത്തിൽ നിന്നായിരിക്കും. അപ്പം വാലിദി എന്ന് പറയുമ്പോൾ പിതാവ് മാത്രമേ വരുള്ളൂ, ഉമ്മ വരുന്നില്ല എന്നൊരു സൂചന അവിടെ വരുന്നുണ്ട്. വലിയ മുഅ്മിനീങ്ങൾക്കും. അപ്പം എൻ്റെ പിതാവിന് ആ ഖിറാത്ത് പ്രകാരം എൻ്റെ പിതാവിനും എൻ്റെ മോനും പിന്നെ വലിയ മുഅ്മിനീങ്ങൾക്കും. വുൽദി എന്നാണോ എന്ന് അറിയില്ല കേട്ടോ, നോക്കണം. വുൽദി ആവും, വുൽദി എന്നായിരിക്കും. എൻ്റെ മക്കൾക്കും വലിയ മുഅ്മിനീങ്ങൾക്കും. യൗമ യഖൂമു അഥവാ യസ്ബുത്തുൽ ഹിസാബു, ആസ്തി വിചാരണ നടക്കുന്ന ദിവസത്തിൽ. വലതയ്യാന്ന. ഓക്കെ. വലതയ്യാന്ന ബിതസ്നിയാന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം വലതയ്യ എന്ന് പറയുമ്പം ഇസ്മായിൽ ഇസ്ഹാഖ് 2 സന്താനങ്ങൾക്കും പുറത്തു കൊടുക്കണേന്ന് മുഅ്മിനീങ്ങൾക്കും. കാലത്ത് അല്ലാഹു തആല പറയാണ്, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിം, അക്രമികൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അല്ലാഹു അശ്രദ്ധവാനാണെന്ന് താങ്കൾ തീർച്ചയായും വിചാരിക്കുകയേ ചെയ്യരുത്. അൽ കാഫിറൂന, കാഫിരീങ്ങളായ ആളുകൾ ചെയ്യുന്നതിന് മിൻ അഹ്ലി മക്ക, മക്കാനിവാസികളിൽ നിന്നും. ഇന്നമാ യുഅഖിറും, പിന്നെന്തിനാണ് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുന്നത്? അള്ളാഹു അവരെ പിന്തിപ്പിക്കുന്നത് ബിലാ ആദാബിൻ, ശിക്ഷയൊന്നും കൂടാതെ പിന്തിപ്പിക്കുന്നത് ലിയൗമിൻ, ഒരു ദിവസത്തിന് വേണ്ടിയാണ്. എങ്ങനത്തെ? തഷ്ഖസു ഫീഹിൽ അബ്സാറു, ദൃഷ്ടികൾ മേലോട്ട് ഉയരുന്ന ദിവസം. ലി ഹൗലി മാ തറ, ആ ദൃഷ്ടികൾ, ആ കണ്ണുകൾ കാണുന്നതിൻ്റെ ഭയാനകത നിമിത്തമായിട്ട്. യുക്കാൽ, ഇങ്ങനെ പറയപ്പെടും, ഷഹസ
ബസറു ഫുലാനിൻ, ഇന്നയാളുടെ കണ്ണ് മേൽപോട്ട് ഉയർന്നു എന്ന്. അതായത് ഫതഹു, അയാൾ അതിനെ തുറന്നു. പക്ഷേ ഫലം യഗ്മലുഹു, അയാളതിനെ കണ്ണ് ചിമ്മിയില്ല. അപ്പോൾ കണ്ണ് ചിമ്മാതെ ശരിക്ക് കണ്ണ് തുറക്കുന്നതിന് ഷഹസ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്ക് കണ്ണ് മേലോട്ട് തുറക്കുക എന്ന് വെച്ചാൽ കാണുന്ന ഭയാനകത നിമിത്തമായിട്ട് കണ്ണുകളൊക്കെ ദൃഷ്ടികളൊക്കെ മേലോട്ട് ഉയരുന്ന ആ ദിവസത്തിലേക്ക് പിന്തിപ്പിച്ചു. മുഹ്തിഈന, ഏതൊരു സ്ഥിതിയിൽ? മുഹ്തിഈനായിട്ട്. മുഹ്തി എന്ന് വെച്ചാൽ മുസ്രിഈന, വേഗത്തിൽ ആവുക. മുഹ്തിഈൻ അത് ഹാലാണ്. മുഖ്നിഈ എന്ന് വെച്ചാൽ റാഫിഈ റുഊസിഹിം, അവരുടെ തലകൾ ഉയർത്തുന്നവരായിട്ട്. അപ്പോൾ തലകൾ ഉയർത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ വ്യവഗ്രത കാണിച്ചുകൊണ്ട് കണ്ണുകളൊക്കെ ഭയാനകതയാൽ മേലോട്ട് ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ഇല സമായി, ആകാശത്തിലേക്ക് തലകളെ ഉയർത്തും. ആ ദിവസത്തിലേക്ക് പിന്തിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. ലാ യർത്തദ്ദു ഇലൈഹിം തറഫുഹും, തറഫ് എന്ന് വെച്ചാൽ കണ്ണ് എന്നാണ്. തൊറഫ് എന്ന് വെച്ചാൽ അഗ്രവും, തൊറഫ് എന്ന് വെച്ചാൽ കണ്ണും എന്നാണ്. ബസറുഹും, അവരുടെ കണ്ണുകൾ എന്ത് ചെയ്യില്ല, അവരിലേക്ക് തിരിയുകയില്ല. വാഫിദത്തുഹും, അവരുടെ ഹൃദയങ്ങൾ, കുലൂബും, അവരുടെ ഹൃദയങ്ങളും. ലാ യർത്തദ്ദു ഇലൈഹിം തർഫുഹും, എന്നിട്ട് വാഫിദത്തുഹും, അവരുടെ ഹൃദയങ്ങളാകുന്നത് ഹവാ ആയിരിക്കും. ഹവാ എന്ന് വെച്ചാൽ ഹാലിയത്തുൻ മിനൽ അപ്പോൾ അവരിലേക്ക് അവരുടെ കാഴ്ചകൾക്ക് അവരെ തിരിക്കാൻ കഴിയില്ല. അത്രത്തോളം ഭയാനകത അവരെ പിടിവഴിയിട്ടുണ്ടാവും. പിന്നെ അവരുടെ ഹൃദയങ്ങൾ ഹവാ ആണെന്ന് വെച്ചാൽ ഹാലിദ് മിനൽ അഖലി, ബുദ്ധിശൂന്യമായിരിക്കും. ലി ഫസഇഹിം, അവർ പേടിച്ചത് കാരണത്താൽ. അന്തിരി, അങ്ങ് മുന്നറിയിപ്പ് നൽകണേ. ഹൗവിഫ്, പേടിപ്പിക്കണേ. യാ മുഹമ്മദേ അന്നാസ, ജനങ്ങളെ, അൽ കുഫാറ, കാഫര്യങ്ങളായ ആളുകളെ അവർക്ക് മുന്നറിയിപ്പ് നൽകണം. യൗമ, ഒരു ദിവസത്തെ സംബന്ധിച്ച്. യതീഹിമുൽ അദാബു, ആ ദിവസത്തിലാണ് അവർക്ക് എന്ത് വരിക, ശിക്ഷ വരിക. അപ്പോൾ യൗമ എന്നുള്ളത് മുലാഫാണ്, യതീഹിമുൽ അദാബു എന്നുള്ളത് ജുംല മുലാഫിലേക്കാണ്. അപ്പോൾ യൗമുൽ ഖിയാമ, അന്ത്യദിനം. അപ്പം അവർക്ക് വരുന്ന അന്ത്യദിനത്തെ സംബന്ധിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുക. ഫയഖൂലുല്ലദീന ളലമു, അപ്പോൾ കാഫിര്യങ്ങളായ ആളുകൾ പറയും, ളാലിമീങ്ങൾ കാഫിര്യങ്ങളായ ആളുകൾ, റബ്ബന, അന്നത്തെ ദിവസം ആ ശിക്ഷ വരുമ്പോൾ എന്ത് പറയും? റബ്ബന, ഞങ്ങളെ റബ്ബേ, അഖിരിന, ഞങ്ങളെ നീ പിന്തിപ്പിക്കണേ, സാവകാശം നൽകണേ. ബി അൻ തറുദ്ദന, നീ ഞങ്ങളെ മടക്കൽ കൊണ്ട്. ഇല ദുനിയാവിലേക്ക് ഒന്നും കൂടെ മടക്കിയിട്ട് ഞങ്ങൾക്കൊരു സാവകാശം തന്നു. ഇലാ അജലിൻ കരീബ്, ഒരു അടുത്ത ഒരു അവധി കുറച്ചും കൂടെ അങ്ങ് നീട്ടി തന്നാൽ മതി. അങ്ങനെയെങ്കിൽ നുജിബ് ദഅവതക, നിൻ്റെ ദഅവത്തിന്, നിൻ്റെ പ്രബോധനത്തിന് ഞങ്ങൾ മറുപടി നൽകും. ബി തൗഹീദി, ഏകദൈവ വിശ്വാസം കൊണ്ടുള്ള. വനത്തബി റുസുല, നീ ഞങ്ങളിലേക്ക് അയക്കുന്ന നിൻ്റെ ദൂതന്മാരെ ഞങ്ങൾ പിൻപറ്റും. ഫയുഖാലു ലഹും, അപ്പോൾ അവരോട് പറയപ്പെടും, തൗബീഹാൻ, പേടിപ്പിക്കാൻ വേണ്ടി. അവലം തക്കൂനു അഖസംതും, നിങ്ങൾ സത്യം ചെയ്തിട്ടില്ലായിരുന്നു. ഹലഫ്, നിങ്ങൾ സത്യം ചെയ്തിട്ടില്ലായിരുന്നു. മിൻ ഖബുലു ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് ഇതിൻ്റെ മുമ്പ് നിങ്ങൾ സത്യം ചെയ്തിട്ടില്ലേ. മാലക്കും മിൻ സായിദ സവാൽ ഇലൽ ആഖിറ, എന്ത് മാലക്കും നിങ്ങൾക്കില്ല എന്ന്. മിൻ സായിദിയായ ഒന്നാണ്. മിൻ സവാൽ, ഒരു നീക്കവും. അൻഹ, അതിനെ തൊട്ട്. ഇലൽ ആഖിറ, ആഖിറത്തിലേക്ക്. അൻഹ എന്ന് വെച്ചാൽ ദുനിയാവിനെ തൊട്ട്. നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞാണല്ലോ, ദുനിയാവിൽ നിന്നും ഈ മുഹമ്മദ് പറയുന്ന അല്ലെങ്കിൽ പ്രവാചകന്മാർ പറയുന്ന ആഖിറം എന്ന ലോകത്തിലേക്ക് ഒരു നീക്കുപോക്ക്, ഒരു നീങ്ങുക എന്നുള്ള സംഗതി, ദുനിയാവിൽ നിന്നും ആഖിറത്തിലേക്ക് പോവുക എന്നുള്ള സംഗതി ഇല്ല എന്ന് നിങ്ങൾ വലിയ വായിൽ സത്യം ചെയ്ത് പറഞ്ഞ ആളുകളല്ലേ എന്ന് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അള്ളാഹ് പറയും. അവരോട് പറയപ്പെടും, വസക്കൻതും ഫീഹ, നിങ്ങളവിടെ താമസിച്ചു. ഫി മസാക്കിനിലതീന വലമു അൻഫുസഹും, സ്വശരീരങ്ങളോട് അക്രമം കാണിച്ച ആളുകളുടെ ഭവനങ്ങളിൽ. ബിൽകുഫ്രി, സത്യനിഷേധം കൊണ്ട്. മിനൽ ഉമ്മമി സാബിഖത്തെ, മുമ്പ് കഴിഞ്ഞ സമുദായങ്ങളിൽ നിന്നും. വതബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമായി. അപ്പം നിങ്ങളുടെ മുമ്പ് നശിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നിട്ട് വതബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കൈഫ ഫഅൽനാ ബിഹിം, ആ നിങ്ങളുടെ സത്യനിഷേധികളാണ്, നിങ്ങളുടെ മുമ്പുള്ള സത്യനിഷേധികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പുള്ള സത്യനിഷേധികൾക്ക് കൊണ്ട് നാം എന്താണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടല്ലോ. മിനൽ ഉഖൂബത്തി, അവർക്കുള്ള ശിക്ഷയാൽ. ഫലം യൻസജിറു, എന്നിട്ടും നിങ്ങളെ പിൻവാങ്ങിയില്ല എന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയും. അവരോട് പറയപ്പെടും, റബ്ബന ബയ്യന്ന, നാം വ്യക്തമാക്കി തന്നിട്ടുണ്ട് താനും. ലക്കും, നിങ്ങൾക്ക് അൽ അംസാല, ഉപമകളെ, ഉദാഹരണങ്ങളെ. ഫിൽ ഖുർആനിൽ. ഫലം യതബറു, നിങ്ങൾ എന്നിട്ട് ഒന്നും ഉൾക്കൊണ്ടില്ല. വഖദ് മക്കറു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു സ്ഥിതിയിൽ അവർ നബിതങ്ങൾക്കെതിരെ കുതന്ത്രം മെനഞ്ഞു. മക്കറ എന്താണ്?
മക്രഹും അവരുടേതായ ഒരു കുതന്ത്രം, ഹൈസു അറാദു എപ്പോൾ അവർ ഉദ്ദേശിച്ച വേളയിൽ ഖത്ലഹു നബിതങ്ങളെ കൊല്ലണമെന്ന്, അല്ലെങ്കിൽ ഔ തക്ക് ഈദഹു അല്ലെങ്കിൽ നബിതങ്ങളെ എന്ത് ചെയ്യണം, കെട്ടിയിടണമെന്ന്, ഔ ഇഹ്റാജു അല്ലെങ്കിൽ നാട്ടിൽ നിന്നും പുറപ്പെടുവിക്കണം എന്ന് നിങ്ങൾ കുതന്ത്രം മെനഞ്ഞു ആ സമയത്ത്. വ ഇൻദല്ലാഹി മക്രുഹും എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് അവരുടെ മക്ർ, അഥവാ അവരുടെ കുതന്ത്രം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ടെന്ന് വെച്ചാൽ ഐ ഇൽമുഹു അവർ കുതന്ത്രം മെനയുന്നുണ്ട് എന്ന വിവരം അള്ളാഹുവിന് അറിയുമല്ലോ. ആവു അല്ലെങ്കിൽ ജസാഹു ഒന്നുകിൽ ആ മക്രിൻ്റെ ഉദ്ദേശം ആ മക്രിനെ സംബന്ധിച്ചുള്ള വിവരം അള്ളാഹുവിന് കിട്ടിയിട്ടുണ്ട് എന്നാണ്, അല്ലെങ്കിൽ ആ മക്രിന് ഉചിതമായ ശിക്ഷ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണ്. എന്തോ ആട്ടെ. വൈൻ മാ കാന മക്രുഹും, വൈൻ എന്ന് വെച്ചാൽ മായുടെ അർത്ഥത്തിൽ അവരുടെ കുതന്ത്രമല്ല, വൈൻ അതും അത് എത്ര തന്നെ വലുതാണെങ്കിലും ശരി, ലി തസൂല മിൻഹുൽ ജിബാൽ, വൈൻ കാന മക്രുഹും തീർച്ചയായും അവരുടെ കുതന്ത്രം എന്തിനായിട്ടില്ല, ലി തസൂല മിൻഹു. അപ്പം മാ ജുഹൂദിയായ ലാമെന്ന് പറയില്ലേ, അതാവും അതേപോലെ മക്രുഹും അവരുടെ ഇതായിട്ടുള്ള ലി തസൂല മിൻഹുൽ ജിബാൽ പർവ്വതങ്ങൾ അതിൽ നിന്നും ജായിലാവാൻ നീങ്ങിപ്പോവാനായിട്ടില്ല. ഇവിടെ അൽമാനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാ യഅബഉ ബിഹി, യഅബഉ എന്ന് വെച്ചാൽ പരിഗണിക്കാന്ന്, ഗൗനിക്കാന്ന്. ലാ യഅബഉ ബിഹി, ലാ യുഅബഉ ബിഹി അത് പരിഗണനീയമേ അല്ലാന്ന്. അപ്പം അങ്ങനെയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയില്ല അവൻ എവിടെയാണ് മരണപ്പെടുക എന്നൊക്കെ അതാവും. നോക്കാം. വലാ യദുറൂന ഇല്ലാ അൻഫുസ, അപ്പം ഇതൊരു പരിഗണിക്കപ്പെടേണ്ടതല്ല, നബിതങ്ങൾക്ക് യാതൊരു തരത്തിലും ഏശുന്ന ഒരു കുതന്ത്രമല്ല. വലാ യദുറൂന ഇല്ലാ അൻഫുസഹും അവരുടെ സ്വന്തങ്ങൾക്ക് തന്നെ അല്ലാതെ ഉപദ്രവം വരുത്തി വെക്കുകയില്ല. വൽ മുറാദു ബിൽ ജിബാൽ, അപ്പോൾ ഇവിടെ പർവ്വതം എന്ന് പറയുന്ന ഉദ്ദേശം കീല പറയപ്പെട്ടിട്ടുണ്ടത് ഹഖീഖത്തുഹ യഥാർത്ഥത്തിലുള്ള പർവ്വതം തന്നെയാണെന്ന്. വക്കീല വേറെന്നുണ്ട് ഷറായിൽ ഇസ്ലാമി ഇസ്ലാമിൻ്റെ ശർഈയായ കാര്യങ്ങളാണെന്ന്. അൽ മുശബ്ബഹതി ബി ആ പർവ്വത സമാനം, പർവ്വതത്തിനോട് എന്താണ് സദൃശ്യപ്പെടുത്തപ്പെട്ട ഫിൽ ഖറാരി സ്ഥൈര്യത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ഇസ്ലാമിക ശരീഅത്ത് ഒരിക്കലും മാറുകയില്ല, പർവ്വതങ്ങൾ പോലെ എന്താണ് ഉറച്ചതായിരിക്കും. സബാത്തി ഖറാറ് സബാത്ത് സ്ഥൈര്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും വിഷയത്തിൽ. അപ്പം അങ്ങനെയുള്ള പർവ്വതങ്ങളൊന്നും നീക്കാനാക്കിയിട്ടില്ല. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, അള്ളാഹു നടപ്പാക്കുന്ന കാര്യങ്ങളൊന്നും ഇവരുടെ കുതന്ത്രം കൊണ്ട് നീങ്ങിപ്പോകുന്നില്ല, അതിനെ യാതൊരു തരത്തിലും ഗൗനിക്കേണ്ടതില്ല. അവരുടെ കുതന്ത്രം കൊണ്ട് അവർക്ക് തന്നെ അല്ലാതെ അതിൻ്റെ ഉപദ്രവം ഉണ്ടാവുന്നില്ല. ഇനി വഫി ഖിറാഅത്തിന് ഒരു ഖിറാഅത്തിനുണ്ട് ബി ഫത്ഹിൽ ലാമി, ലാമിൽ ല തസൂൽ എന്നുണ്ട്, ല തസൂലു വറഫുൽ ഫീലി, അപ്പോൾ ല തസൂലു എന്നാണുള്ളത്. അങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്. അപ്പോൾ ല തസൂലു മിൻഹുൽ ജിബാലി എങ്ങനത്തെ ചതിയല്ല അവരുടെ, ല തസൂലു എന്ന് വെച്ചാൽ തീർച്ചയായും നീങ്ങിപ്പോകും, മിൻഹു അത് കാരണത്താൽ, അൽ ജിബാലു പർവ്വതങ്ങളടക്കം എന്ത് ചെയ്യും, നീങ്ങിപ്പോകും. അത്രയും അങ്ങനത്തതായൊരു ചതിയാണ് എന്നായിരിക്കും അങ്ങനെ വരുമ്പോൾ. കാരണം ഈ ഇന്ന് വന്നിട്ട് ലാമുണ്ടെങ്കിലേ ഒരു ഉറപ്പ് എന്നല്ലേ, ഇൻഹാദ ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അങ്ങനെയാണ് എന്നല്ലേ. അപ്പോൾ എന്താണ് അത്, തീർച്ചയായും പർവ്വതങ്ങളടക്കം നീങ്ങുന്ന തരത്തിലുള്ള ചതിയാണ്, ചതിയാണ് എന്നുള്ള പോലത്തിൽ പോകാൻ. അപ്പം റഫുൽ ഫീലും അതുപോലെ ലതസൂലു എന്നാണ്, ലതസൂലു മിൻഹുൽ ജിബാൽ ഫഇൻ. അപ്പം അവിടെ കണ്ടോ, അപ്പോൾ ആ ഇന്നെന്തായിരിക്കും, മുഖഫഫത്താണ്. അപ്പം അല്ല എന്നർത്ഥമല്ല, തീർച്ചയായും ആണ് എന്നുള്ള അർത്ഥത്തിൽ. തീർച്ചയായും അവരുടെ ആ കുതന്ത്രം അതുകൊണ്ട് പർവ്വതങ്ങളടക്കം നീങ്ങുമാർ അത്രയും വലിയ കുതന്ത്രമാണ് അവർ മെനഞ്ഞത്. ഒരു മുറാദ് അവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അപ്പം ഇവിടെ നേരെ തിരിഞ്ഞല്ല ആശയം, ഒന്നും നീങ്ങൂല എന്ന് നമ്മുടെ ഖിറാഅത്ത് പറയാം, മറ്റേ ഖിറാഅത്ത് നീങ്ങുന്നു. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം തഅളീമും മക്രിയും അവരുടെ ആ മക്രിനെ വലിയ ഭയാനകമായിട്ട് അല്ലെങ്കിൽ വലിയ സംഗതിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. വക്കീലൊരു അഭിപ്രായം അൽ മുറാദു ബിൽ മക്കരി ഇവിടെ കുതന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഫ്റുഹും അവരുടെ സത്യനിഷേധം തന്നെയാണ് എന്ന്. വയുനാസിബുഹു അല സാനിയത്തി, വയുനാസിബുഹു അതിനോട് യോജിക്കുന്നുണ്ട്, അല സാനിയത്തി രണ്ടാമത്തത് പ്രകാരം. രണ്ടാമത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കീലയാണോ, അല്ല അല സാനിയ എന്നല്ലേ പറഞ്ഞത്, സാനിയ എന്ന് വെച്ചാൽ ഖിറാഅത്ത്. രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം ഈ കീലയോട് യോജിക്കുന്നുണ്ട്. ഏത്, തകാദു സമാവാത്ത് യതഫത്തർന മിൻഹു എന്നത് യോജിക്കുന്നുണ്ട്. വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ വാലൽ അവ്വലി. അപ്പം വയുനാസിബുഹു ഈ പറഞ്ഞ
കുഫറാണ്, മക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഫറാണ് എന്ന ആ ഒരു കീലുണ്ടല്ലോ, ആ കീലയോട് യോജിക്കുന്നുണ്ട്. അലസാനിയത്ത് രണ്ടാമത്തെ ഖിറാഅത്ത് പ്രകാരം യോജിക്കുന്നുണ്ട്. എന്ത് യോജിക്കുന്നുണ്ട്? ആ യുനാസിബു എന്നതിൻ്റെ ഫായിലാണ്. സൂറത്തു താഹയിലുള്ള ആയത്താണ്. താഹയല്ല, സൂറത്ത് മറിയമിലുള്ള ആയത്താണ്. തക്കാദു സമാവാത്ത് യതഫത്തർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ. അപ്പോൾ ആ കുഫറിനെ പറ്റി പറയാണ് തക്കാദു സമാവാത്തു, ആകാശങ്ങളൊക്കെ അടുക്കും, യതഫത്തർന അത് പൊട്ടിപ്പിളരാനും, വതൻഷഖുൽ അർളു ഭൂമി കീറി മുറിയാനും, വതഖിറുൽ ജിബാലു ഹദ്ദ പർവ്വതങ്ങൾ നാമാവശേഷമായി, ഹദ്ദ് എന്ന് വെച്ചാലും പൊളിയുകയാണ്, തഹിറു എന്ന് വെച്ചാലും പൊളിയുകയാണ്, അപ്പം നാമാവശേഷമായി തകരാനും അടുക്കും. അപ്പോൾ അത്രയും വലിയ ഭവിഷ്യത്താണ് മക്ർ എന്ന് വരുമ്പോൾ, ആ കുഫർ എന്ന് വരുമ്പോൾ ഈ മക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഫറാണ് എന്ന് സാനിയായ ഖിറാഅത്ത് പ്രകാരം ഓക്കെയാണ്. കാരണം എന്താണ്? ലതസൂലു മിൻഹുൽ ജിബാൽ, പർവ്വതങ്ങൾ പോലും നീങ്ങുന്ന തരത്തിലുള്ള മക്ർ എന്ന് വെച്ചാൽ പിന്നെ കുഫർ അല്ലാതെ വേറൊന്നുമല്ല. ഇനി വാലൽ ഊല, ഒന്നാമത്തെ ഖിറാഅത്ത് പ്രകാരം ഈ പറഞ്ഞ കീലയോട് യോജിക്കുന്നുണ്ട്. എന്ത്? മാക്കുരിയ, ഓതപ്പെട്ട ഒന്നുണ്ട്. എന്താണ് ആ ഒരു ഷാദായ ഖിറാഅത്ത്? ഇത് മാക്കുരിയാണല്ലോ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഖിറാഅത്ത് എന്താണ്? വഫീ ഖിറാഅത്ത് എന്നല്ല പറഞ്ഞു, സോറി, വഫീ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഷാദല്ല കേട്ടോ. വഫീ ഖിറാഅത്ത് എന്ന് വെച്ചാൽ സബ് ഖിറാഅത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതെന്നുണ്ട്. ഇവരുടെ അഭിപ്രായ പ്രകാരം 7 ഖിറാഅത്തും 7ൻ്റെ അപ്പുറമുള്ളത് ഷാദാണ് എന്നാണ് ജലാലൈനിയുടെ ആ ഒരു ശൈലി അങ്ങനെ മനസ്സിലാവുന്നത്. നമ്മൾ പറയുന്നതല്ല, 10 ഖിറാഅത്തും മുത്തരി തന്നെയാണ് എന്നാണ്. അപ്പോൾ എന്തായാലും ആദ്യം പറഞ്ഞ 2 ഖിറാഅത്ത് നമ്മൾ ഷാദെന്ന് പറഞ്ഞത് തെറ്റാണ്, രണ്ടും മുത്തരിതാണ്, 7 ഖിറാഅത്തിലുള്ളതാണ്. ഇപ്പം മൂന്നാമത്തെ പറയുന്നത് മാക്കുരിയ മജ്ഹൂലായിട്ട് പ്രയോഗിച്ചാൽ അത് ഷാദായ ഖിറാഅത്താണ്. അഥവാ വമാക്കാന മക്രുഹും എന്നുള്ളൊരു ഖിറാഅത്തുണ്ട്. വഇൻ കാന മക്രുഹും എന്നല്ല, വമാക്കാന മക്രുഹും എന്നൊരു ഖിറാഅത്തുണ്ട്. അപ്പോൾ ആ ഖിറാഅത്തിനും എന്തിനോടാണ് യോജിപ്പ്? ആ വൈൻ എന്ന ആ ഖിറാഅത്തിനോടാണ് യോജിപ്പ്. കാരണം വൈൻ എന്ന് വെച്ചാൽ അല്ല എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ മാക്കാനെന്ന് വെച്ചാലും അല്ലാന്ന്. അപ്പം എന്തായാലും എന്താവുന്നില്ല, പർവ്വതങ്ങളൊന്നും അതുകൊണ്ട് നീങ്ങിപ്പോകാൻ പോകുന്നില്ല എന്നർത്ഥം. ഇനി ഫലാ തഹ്സബന്നല്ലാഹ, അതുകൊണ്ട് തന്നെ അങ്ങ് വിചാരിക്കരുത്, തീർച്ചയായും അള്ളാഹുവിനെ പറ്റി മുഖലിഫ വാഴി, തൻ്റെ വാഗ്ദാനത്തെ ലംഘിക്കുന്നവനാണ് എന്ന്, റുസുലഹു തൻ്റെ മുർസലീങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനത്തെ ബിന്നസരി സഹായിക്കാമെന്നുള്ള വാഗ്ദാനം. ഇന്നല്ലാഹ അസീസുൻ ഖാലിബുൻ, അള്ളാഹു അതിജയിക്കുന്നവനാണ്. ലാ യഅ്ജുസുഹു ഷൈഉൻ, ഒന്നും അള്ളാഹുവിനെ അതിജയിക്കുകയില്ല. ദുൻതിഖാമു, പ്രതികാര നടപടി ഉള്ളവനാണ്, പ്രതികാര നടപടി എടുക്കുന്നവനാണ്. മിമ്മൻ അസാഹു, തന്നോട് എതിര് പ്രവർത്തിച്ച ആൾക്കെതിരെ. ഉദ്കുർ, അങ്ങ് ഓർക്കണം നബിയെ, യൗമ ദിവസത്തെ ബദ്ദലുൽ അർളു, ഭൂമിയെ മാറ്റപ്പെടും, വൈറൽ അർള്, ഭൂമി അല്ലാതാക്കുന്ന ദിവസം, വസ്സമാവാത്തു, ആകാശങ്ങളൊക്കെ, ഹുവ യൗമുൽ, ആകാശങ്ങളെയും ആകാശങ്ങളല്ലാതാക്കുന്നതാണ്. യൗമ തുബദ്ദൽ അർളു വൈറൽ അർള് വസ്സമാവാത്തു മത്വിയാത്തു എന്നല്ലേ, സമാവാത്തു അങ്ങനെയാവും, അതിൻ്റെ ഖബർ വരുന്നുണ്ടാവും. യൗമ തുബദ്ദൽ അർളു വൈറൽ അർള് വസ്സമാവാത്തു ബറസൂലില്ലാഹി വാഹിദുൽ ഖഹാർ എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ വസ്സമാവാത്തു, ആകാശം അല്ലാതെ ഭൂമി അല്ലാതാവുന്ന ദിവസം അതേതാണ്? ഹോ യൗമുൽ ഖിയാമയാണ്. അങ്ങനെ യുഹ്ശറുന്നാസു, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. അല അർളിൻ ബൈള, ഒരു വെളുത്ത ഭൂമിയിൽ, നഖിയ, വെളുത്ത മീൻസ് ഉദ്ദേശിക്കുന്നത് നഖിയ എന്ന ഉദ്ദേശത്തിലാണ്. അതായത് വെളുത്ത കളർ എന്നായിരിക്കില്ല, ശുദ്ധമായ ഒന്നും ഉണ്ടാവാത്ത വെറും നിരന്ന ഭൂമി. കമാ ഫി ഹദീസ് സഹീഹ് ബുഖാരി മുസ്ലിം നിവേദനം ഹദീസിലുള്ളതുപോലെ, വറവാ മുസ്ലിം നിവേദനം ചെയ്തതിൻ്റെ ഒരു ഹദീസ് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, ഇതായിരിക്കും ഐനന്നാസു യൗമൈന, അന്ന ദിവസം ജനങ്ങളൊക്കെ എവിടെയായിരിക്കും? അവർ പറഞ്ഞ് കാല അല സിറാത്ത്, അന്ന് സിറാത്തിൻ്റെ മീതെയായിരിക്കും, സിറാത്ത് എന്ന വഴി പാലത്തിൻ്റെ മീതെയായിരിക്കും എന്ന് പറഞ്ഞു. ആ ഹദീസിൽ ഈ സംഗതിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് വബറസു, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകാശം അല്ലാതാക്കി മാറ്റപ്പെടുന്ന ഒരു ദിവസം. ബറസു എന്ന് വെച്ചാൽ ബാരിസ, വെളിപ്പെടുക എന്നർത്ഥം. അതായത് ഹറജു മിനൽ കുബൂർ, കബറിടങ്ങളിൽ നിന്നും, കബറുടെ ഉള്ളിൽ നിന്നും അവർ പുറപ്പെടും. അപ്പോൾ ആളുകൾക്ക് കാണാൻ പറ്റുന്ന കോലത്തിൽ അവർ പുറത്തേക്ക് വരും. ആർക്കായിട്ട്? ലില്ലാഹി, അള്ളാഹുവിനായിട്ട്, അൽ വാഹിദി, ഏകനായ, അൽ ഖഹാർ, ഏകാധിപതിയായ, വതറ യാ മുഹമ്മദോ, മുഹമ്മദെ താങ്കൾ കാണും, തുബസുർ കാണുന്നതാണ്, അൽ മുജ്രിമീന, കുറ്റവാളികളായ ആളുകളെ, അൽ കാഫിരീൻ അഥവാ കാഫിരീങ്ങളെ, യൗമീൻ അന്നേ ദിവസം, മുക്കറനീങ്ങളായിട്ട് അഥവാ മഷ്തൂദീന മീൻ ഷയാത്തീനിഹിം, കറന എന്ന് വെച്ചാൽ ചേർത്ത് കെട്ടപ്പെടുക എന്നർത്ഥം. അപ്പം മഷ്തൂദീന ഷയാത്തീനി, അവരുടെ പിശാചുക്കളോടൊപ്പം കെട്ടുവെക്കപ്പെട്ടതായ നിലക്ക് ആ കുറ്റവാളികളെ കാണും. എവിടെ? ഫിൽ അസ്വാദി, സഫദുകളിൽ, അഥവാ അൽ ഖുയൂദി,
അവിൽ അകലാൽ ഒന്നുകിൽ കൈകാലുകളൊക്കെ കെട്ടുന്ന ചങ്ങലകളാണ് കൈത് അതിൽ, അല്ലെങ്കിൽ അവിൽ അകലാൽ എന്ന് പറഞ്ഞാൽ ഈ കയ്യും മറ്റേ ആമം വെച്ചിട്ടുള്ള കെട്ട്, കയ്യും മറ്റേ അതിൻ്റെ കഴുത്തിലേക്ക് കെട്ടിയിട്ട്, അതാണ് അകലാൽ, ഒല്ലിൻ്റെ ജന്മം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ അവരെ കാണും താങ്കൾ. സറാബീലുഹും അവരുടെ വസ്ത്രം, സറാബീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സറാബീൽ അങ്ങനെയാണ്, സിർവാലാണ് പാൻറ് വരുന്നത് അല്ലേ. സറാബീൽ എന്ന് വെച്ചാൽ കമീസുഹും അല്ല കുമുസുഹും ജമ്മ്, കമീസിൻ്റെ ജമ്മ്. അവരുടെ കുപ്പായങ്ങൾ മീൻ ഖത്റാനിനാലുള്ളതായിരിക്കും. ഖത്റാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടർപ്പൻ്റെയും എന്നൊക്കെ പറയില്ലേ, ടർപ്പൻ വേഗം കത്തിപ്പിടിക്കുന്ന കത്തിയാളൻ സാധനമാണ്, പൈൻ മരത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഖത്റാൻ, അങ്ങനെ സാധനമാണ് കത്തുന്നത്. അതിൽ നിന്നായിരിക്കും എന്ന് പറയാൻ കാരണം എന്നഹു അബലകുൽ ഇസ്തിആലിന്നാർ, കാരണം തീ വേഗം കത്തിപ്പിടിക്കാൻ ഏറ്റവും തീവ്രമായ സ്വാധീനമുള്ളതാണ് ആ ടർപ്പൻ. അപ്പം അതിനാൽ നിർമ്മിതമായിരിക്കും. തഗ്ഷ എന്ന് വെച്ചാൽ താലോ വുജൂഹും അവരുടെ മുഖങ്ങൾക്ക് മീതെ ഉയരും അന്നാറു അവിടുത്തെ തീ. ലി യജ്സിയ എന്തിനാണ് ഇങ്ങനെ, അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. മുതഅല്ലിഖും ബി ബറസു ഇങ്ങനെ അവർ വെളിപ്പെടുന്നത് അള്ളാഹു അവർക്ക് ലി യജ്സി അള്ളാഹു പ്രതിഫലം നൽകാൻ വേണ്ടിയാണ്. കുല്ല നഫ്സിൻ ഓരോ നഫ്സിനും ആ കസബത്ത് അവർ ചെയ്തു വെച്ച ഒന്നിന്, അതായത് അതിൻ്റെ പ്രതിഫലത്തെ മിന ഖൈരിൻ വശരി നന്മയാലോ അല്ലെങ്കിൽ തിന്മയാലോ ഒക്കെ. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ് വേഗത്തിൽ വിചാരണ നടപ്പാക്കുന്നവനാണ് അള്ളാഹു. യുഹാസിബു ജമീ അൽ ഹൽക്കി സർവ്വ സൃഷ്ടികളെയും അവൻ വിചാരണ നടത്തും. ഫീ ഖദരി നിസ്ഫി നഹാരിൻ മിൻ അയ്യാമി ദുനിയാവിൻ്റെ ദിവസങ്ങളിൽ നിന്നുള്ള ഒരു ദിവസത്തിൻ്റെ പാതി സമയത്തിന് സമാനമായ സമയത്തിനുള്ളിലായിട്ട്. ലി ഹദീസിൻ ബിദാലിക ഇതിന് ഈ സംബന്ധിയായിട്ടുള്ള ഒരു ഹദീസ് ഉള്ളത് കാരണത്താൽ. ഹാദൽ ഖുർആാനു ഈ ഖുർആൻ ബലാഗുലിന്നാസ് ജനങ്ങൾക്കുള്ള പ്രബോധനമാണ്. അതായത് ഉൻസിലെ തബ്ലീഗിഹിം അവരുടെ പ്രബോധനത്തിനായി ഇറക്കപ്പെട്ടതാണ്. വലി യുൻദറു ബിഹി അവർക്കതുകൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെടാനും ഉള്ളതാണ്. വലിയാലും അവർ മനസ്സിലാക്കാനും ഉള്ളതാണ്. ബിമാ ഫീഹി അതിലുള്ള ഒന്നുകൊണ്ട് മനസ്സിലാക്കാൻ. മിനൽ ഹുജുജി അതിലുള്ള ഒന്നെന്തിനാൽ തെളിവുകളാൽ പ്രമാണങ്ങളാൽ, അതുകൊണ്ട് അവർ മനസ്സിലാക്കണം. എന്ത്? ലിയാലമു അന്നമ എന്നാണ്. ലിയാലമു അന്നമാഹു ഇലാഹു വാഹിദ്. അന്നമാഹു എന്ന് വെച്ചാൽ ഇല്ലാഹു അള്ളാഹുവാണ്. അള്ളാഹു ഇലാഹു വാഹിദ് ഏകനായ ഇലാഹ് അള്ളാഹ് മാത്രമാണ് എന്നവർക്ക് ബോധ്യപ്പെടാനുമാണ്. വലിയ ദക്കറ ബി ഇദ്ഗാമി താഇ ഫിൽ അസ്ലി അസ്ലിലുള്ള ലിയ തദക്കറ എന്നായിരിക്കും ആ അസ്ലിലുള്ള താ ലയിപ്പിച്ചുകൊണ്ട് ഫിൽ ദാലി ദാലിൽ. അപ്പം യതദക്കറ എന്നുള്ളത് ഇദ്ദക്കറ എന്നാകും. അങ്ങനെ വലിയ ദക്കറ അവർ ഉത്ബുദ്ധരാവാൻ വേണ്ടി, ഉത്ബുദ്ധരാവാൻ വേണ്ടി ആര്? ഉലുൽ അൽബാബ് ലുബുകളുള്ള ആളുകൾ, ബുദ്ധിയുള്ള കഴമ്പുള്ള ആളുകൾ, അസ്ഹാബുൽ വഖൂൽ ബുദ്ധിയുള്ള ആളുകൾ ഉത്ബുദ്ധരാവാനും വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ. അസ്സലാമു അലൈക്കും.